ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ 2033 എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം, അതിൽ ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്റർജിയെക്കുറിച്ച് ധ്യാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ലിറ്റർജി അപ്പോൾ നമ്മൾ ഞായറാഴ്ചകളിൽ 9 വത്സരം നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. 9 വത്സരം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ നവവത്സര ധ്യാനത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള ആദ്യത്തെ ധ്യാനമാണ്, എപ്പിസോഡാണ് ഇന്ന് ഇച്ചിരി അല്പം ഗൗരവമായ കാര്യമാണ്. ലിറ്റർജി എന്നുള്ള വാക്കിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പൊതുവായുള്ള കാര്യങ്ങൾ, അതായത് ആദ്യം ലിറ്റർജി എന്താണ് എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കാണും. അത് കഴിഞ്ഞിട്ട് ലിറ്റർജിയുടെ സ്വഭാവം, അങ്ങനെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ലത്തീൻ സഭയിലെ ലിറ്റർജി, സീറോ മലബാർ സഭയുടെ കുർബാന, പിന്നെ പലരും ആവശ്യപ്പെട്ടൊരു സംഗതിയാണ് ഈ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥം. അതേക്കുറിച്ച് അതങ്ങനെ തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 1918 സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പേരിൽ തന്നെ മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പയല്ല, റൊമാനോ ഗുബർദീനി എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ പുരോഹിതൻ. രണ്ടാം വത്തിക്കാൻ സുനോദസിലെ ലിറ്റർജിയുടെ ചർച്ചകളൊക്കെ ആ പുസ്തകത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. ചെറിയൊരു പുസ്തകമാണ്. അതിലത്തെ പല കാര്യങ്ങളും യോജിച്ചുകൊണ്ടും പല കാര്യങ്ങളിലും യോജിക്കാതെയുമാണ് ബെനഡിക്ട് മാർപ്പാപ്പ അതേ പേരിൽ തന്നെ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി ഇറക്കിയത് 1999. 1918 ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ ഒരു ഗ്രന്ഥം, ചെറിയൊരു ഗ്രന്ഥമാണ്. അതിലെ ചില ആശയങ്ങളോട് പൊരുത്തപ്പെട്ടും ചില ആശയങ്ങളെ എതിർത്തും കൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പുസ്തകം എഴുതിയത്. അപ്പൊ നമുക്ക് ആ പുസ്തകത്തിലെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന കാര്യം മുഴുവൻ മനസ്സിലാകില്ല. അപ്പൊ നമുക്ക് ഈ രണ്ട് പുസ്തകങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ട്, രണ്ട് പുസ്തകത്തിന്റെ പേരും സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി എന്നാണ്. റൊമാനോ ഗുബർദീനി പിന്നെ ബെനഡിക്ട് മാർപ്പാപ്പ, രണ്ടുപേരും എഴുതിയത് ഒരേ പേരിലാണ്. കാരണം അത് രണ്ടും ഒരു സഭയിൽ ഒരു ദിശാബോധമുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ രണ്ട് പുസ്തകങ്ങളാണ്. രണ്ടും സഭയിലെ പല കാര്യങ്ങളും ചെയ്തത് ഈ പുസ്തകങ്ങളുടെ വെളിച്ചത്തിലാണ്. അതിനാൽ നമുക്ക് അതേക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. അപ്പൊ അത് എങ്ങനെയൊക്കെ വേണമെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് യുക്തമെന്ന് തോന്നുന്ന തരത്തിൽ തോന്നുമ്പോൾ ഞാനത് ചെയ്യാം. ഇപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് ലത്തീൻ സഭയിലെ ലിറ്റർജി ആണെങ്കിലും, സീറോ മലബാറിലെ ലിറ്റർജി ആണെങ്കിലും, മലങ്കരയിലാണെങ്കിലും, ഓർത്തഡോക്സ് സഭകളിലൊക്കെ ആണെങ്കിലും, യാക്കോബൈ സഭയിലാണെങ്കിലും, അതായത് ലിറ്റർജി ഉള്ള സഭകളൊക്കെ പൊതുവായുള്ള കുറെ കാര്യങ്ങൾ എല്ലാ സഭകളിലുണ്ട്. സവിശേഷമായ കാര്യങ്ങളുണ്ട്, പൊതുവായ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പൊതുവായ കുറെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ധ്യാനിക്കാം. ഇന്ന് നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് റോമാലേഖനത്തിലെ 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കേണ്ടതിനാണിത്. ആ വചനം ഞാൻ ഒന്നുകൂടി വായിക്കാം. വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ, ലെയ്തുർഗോസ് എന്നാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്. ലെയ്തുർഗോസ് ആയിരിക്കേണ്ടതിനാണിത്. ലെയ്തുർഗോസ്, ദിവ്യ ശുശ്രൂഷകൻ. ലെയ്തുർഗോസ്, ലെയ്തുർഗിയ, അതിൽ നിന്നാണ് ലിറ്റർജി എന്ന വാക്ക് വരണേ. ലെയ്തുർഗോസ് എന്ന് പറഞ്ഞാൽ ലിറ്റർജി അർപ്പിക്കുന്നവൻ, ലെയ്തുർഗിയ എന്ന് പറഞ്ഞാൽ ലിറ്റർജി. ദിവ്യ ശുശ്രൂഷ എന്നാണ് നമ്മൾ അതിനെ തർജ്ജമ ചെയ്യുന്നത്. ലിറ്റർജിക്ക് ദിവ്യ ശുശ്രൂഷ. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ആരാധന ക്രമം എന്നാണ്. ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. ആ ആരാധന ക്രമം, അതാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ആരാധന ക്രമം. പക്ഷേ ലിറ്റർജി എന്ന വാക്കിന്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ്, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന. അപ്പൊ ദിവ്യ ശുശ്രൂഷ നമ്മൾ പറയുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുക. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളെ ദിവ്യ ശുശ്രൂഷകൻ എന്ന് പറയുന്നു. ഈ തിരുവചനത്തിലെ എല്ലാ വാക്കുകളും തന്നെയും ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട കിടക്കണേ. ബലിവസ്തു, പരിശുദ്ധാത്മ പൗത്രീകരിക്കപ്പെട്ട് പുരോഹിതനായി അനുഷ്ഠിക്കുക, ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ, ലിറ്റർജി, ലെയ്തുർഗോസ്. അപ്പോ ബലിവസ്തു, പരിശുദ്ധാത്മ പൗത്രീകരിക്കപ്പെടുക, പുരോഹിതനായി അനുഷ്ഠിക്കുക, ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ. ഈ 4 വാക്കുകളും ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഈ 4 വാക്കുകൾ, 4 ഫ്രേസുകൾ, അതേക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാം. ലിറ്റർജിയുടെ ആമുഖമായിട്ടുള്ള ഒരു പഠനം. ഇത് ബൈബിളിലെ വചനമാണല്ലോ. റോമാലേഖനം 15-16 വിജാതിയർ എന്ന ബലിവസ്തു,
അതിന് പൗലോസ് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദസന്ധി ഇങ്ങനെയാണ്: ഹേ പ്രോസ്ഫോറ ടോൻ എത്നോൻ. ഹേ പ്രോസ്ഫോറ ടോൻ എത്നോൻ. എത്നോൻ, എത്നോസ്, എത്നിക് എന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ അറിയാം. എത്നിക് അല്ലേ, വംശീയം എന്ന് സാധാരണ പറയുന്നത്. വിജാതീയര്, വംശീയ ജനം, പുറജാതിക്കാര്, ജനതകള്, ഈ അർത്ഥങ്ങളിലാണ് ബൈബിളിൽ ഈ എത്നോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എത്നോസ് എന്ന വാക്കിന് പുറജാതിക്കാര് അല്ലെങ്കിൽ വിജാതീയര്, ചിലപ്പോൾ നമ്മൾ ജനതകൾ എന്ന് തർജ്ജമ ചെയ്യും. ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ജനതകൾ എന്ന് പറഞ്ഞാൽ പുറജാതിക്കാര്. വംശീയ ജനം എന്നും ചിലപ്പം തർജ്ജമ ചെയ്യാം. അപ്പോ ടോൻ എത്നോൻ, വിജാതീയർക്ക് വേണ്ടി അല്ലെങ്കിൽ വിജാതീയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിജാതീയര്. പ്രൊസ്ഫോറ എന്ന വാക്കിന് ബലി എന്നോ, ബലിവസ്തു എന്നോ, വഴിപാട് എന്നോ, കാഴ്ചയർപ്പണം എന്നോ, ദാനം എന്നോ, അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന പ്രവൃത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രോസ്ഫോറ എന്ന വാക്കിന് ബലി, ബലിവസ്തു, വഴിപാട്, കാഴ്ചയർപ്പണം, ദാനം, ബലിയർപ്പിക്കുന്ന പ്രവൃത്തി എന്നെല്ലാം അർത്ഥമുണ്ട്. ഹെബ്രായ ലേഖനം 10:10 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസസ് ലേഖനത്തിൽ 5:2 ഉപയോഗിച്ചിട്ടുണ്ട്. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുകയും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്ത വിജാതീയരെ ദൈവത്തിന് സ്വീകാര്യമായി ബലിവസ്തുവായി, വഴിപാടായി പൗലോസ് സമർപ്പിക്കുന്നു. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ആളുകളെ, പുറജാതിക്കാരെ ദൈവത്തിനുള്ള കാഴ്ചവസ്തുവായി, ബലിവസ്തുവായി, വഴിപാടായി പൗലോസ് സമർപ്പിക്കുന്നു. ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം അല്ലെങ്കിൽ ദിവ്യ ശുശ്രൂഷ, അതിന്റെ പരമമായ ആത്യന്തിക ലക്ഷ്യം എന്താണ്? പാപികളായ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ആരാധന അല്ലെങ്കിൽ ലിറ്റർജി അല്ലെങ്കിൽ ദിവ്യ ശുശ്രൂഷ എന്ന പരമമായ ആരാധനയുടെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം പാപികളായ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. മനുഷ്യരെ ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിച്ച് അവരെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. ഇതാണ് ആരാധനയുടെ ലക്ഷ്യം. അതുകൊണ്ട് അതിന് ബലി എന്ന് പറയുന്നത്. ഇതാണ് കുരിശിൽ ക്രിസ്തു ചെയ്തത്. മനുഷ്യാവതാരത്തിലൂടെ എല്ലാ മനുഷ്യരുമായും താതാത്മ്യപ്പെട്ട ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു, മനുഷ്യവംശത്തിന്റെ ഏക മഹാപുരുഷൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും തന്നിലേക്ക് ആവാഹിച്ച് കുരിശെന്ന ബലിത്തറയിലേക്ക് കയറി, എന്നിട്ട് എല്ലാ മനുഷ്യരെയും ദൈവത്തിന് മുമ്പിൽ കാഴ്ച സമർപ്പിച്ചു. ഞാൻ ഒന്നുകൂടി പറയാണ്, മനുഷ്യാവതാരത്തിലുള്ള എല്ലാ മനുഷ്യരുമായും ഒന്നായി തീർന്ന കർത്താവ്, ദൈവപുത്രനായ ക്രിസ്തു, മനുഷ്യവംശത്തിന്റെ ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആവാഹിച്ച് കുരിശെന്ന ബലിത്തറയിലേക്ക് കയറി മനുഷ്യരെ മുഴുവൻ ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ ദൈവം എല്ലാ മനുഷ്യരുമായും ഒന്നായി. അതുകൊണ്ടാണ് അവസാന വാക്ക്, യേശുവിന്റെ അവസാന വാക്ക് എന്താണ്? എല്ലാം പൂർത്തിയായിരിക്കുന്നു. വാസ്തവത്തിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും തെത്തലെസ്തായ് എന്നാണ് ആ വാക്ക്. യോഹന്നാൻ 19:30 തെത്തലെസ്തായ്. അതിനെ ദൂവേ റെയിംസ് ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്നാണ്. ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ എല്ലാം നിറവേറിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നൊക്കെയാണ് അല്ലേ, എല്ലാം സമാപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുക. പക്ഷെ വാസ്തവത്തിൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഇറ്റ്സ് കോൺസുമേറ്റഡ്. അതായത് അങ്ങനെയാണ് ലത്തീനിലും കിടക്കുന്നത്. ദൂവേ റെയിംസിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ കിടക്കുന്നതും ഇറ്റ്സ് കോൺസുമേറ്റഡ്, ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഇറ്റ്സ് കോൺസുമേറ്റഡ്. സ്വർഗവും ഭൂമിയും കുരിശിൽ വെച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. കുരിശിൽ പറഞ്ഞത് ഇറ്റ്സ് കോൺസുമേറ്റഡ്. തെത്തലെസ്തായ് എന്ന വാക്കിന് എല്ലാം പൂർത്തിയായി, എല്ലാം നിവൃത്തിയായി, എല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്ന അർത്ഥമുണ്ട്, ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഈ ബന്ധപ്പെടല്, അത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധപ്പെടല്, കുരിശിൽ നടന്ന ബന്ധപ്പെടല് കൗതാശികമായി സംഭവിക്കുന്നത്
ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രഖ്യാപനമായ കുർബാനയിലാണ്. 1 കൊരിന്തോസ് 11:26. അപ്പോൾ സുവിശേഷം സ്വീകരിച്ച ആളുകള് കർത്താവുമായിട്ട് ഒന്നാകുകയാണ്. ഇനി അവർ ഒരു ശരീരമാണ്, 2 ശരീരമല്ല, ഒറ്റ ശരീരമാണ്. കർത്താവും വിശ്വാസികളും ഒന്നായി തീരുകയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇറ്റ്സ് കോൺസുമേറ്റഡ്. എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൗതാശികമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മരണത്തിന്റെ കുരിശുമരണത്തിന്റെ പ്രഖ്യാപനമായ കുർബാനയിലാണ്. 1 കൊരിന്തോസ് 11:26. ചുരുക്കത്തില് സുവിശേഷം സ്വീകരിച്ച വിജാതീയരെ ദൈവത്തിന് വഴിപാടായി കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഈ കുരിശിലെ പ്രവൃത്തിയോട് ചേരുകയാണ് പട്ടാഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനായി മാറിയ പൗലോസ്. അറുക്കപ്പെട്ട മൃഗങ്ങളെയല്ല, മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് പൗലോസ് ദൈവത്തിന് ബലിയായി കാഴ്ചയർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ അറുക്കപ്പെട്ട മൃഗങ്ങളെ കൊടുത്തിരുന്നേ. പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് ജീവനുള്ള കാഴ്ചവസ്തുവായി, വഴിപാടായി, ബലിവസ്തുവായി പൗലോസ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇതാണ് വിജാതിയർ എന്ന ബലിവസ്തു എന്ന വാക്കിനർത്ഥം. പിന്നെ പറയുന്ന വാക്കെന്താണ്? പരിശുദ്ധാത്മാവ് പൗത്രീകരിക്കപ്പെട്ട്. ഗ്രീക്കില് ഹെഗിയാസ്മെനെ എൻ പ്നൗമാറ്റി ഹഗിയോ എന്നാണ്. ഹെഗിയാസ്മെനെ എൻ പ്നൗമാറ്റി ഹഗിയോ. 2 തരത്തിൽ ഇതിന് അർത്ഥം വരാം. പ്നൗമ ഹഗിയോൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഹീബ്രുവിലെ റൂഹ ഹഖദോഷ്, റൂഹ ഹഖദോഷ്. സുറിയാനിയിലെ റൂഹാദ് കൂദാശ, റൂഹാദ് കൂദാശ. ഹീബ്രുവിലെ റൂഹ ഹഖദോഷ്, ഗ്രീക്കില് പ്നൗമ ഹഗിയോൻ. വിശുദ്ധീകരിക്കുക, പൗത്രീകരിക്കുക, കൂദാശ ചെയ്യുക എന്നെല്ലാം അർത്ഥമുള്ള ഹഗിയാറ്റ്സോ എന്ന വാക്കിന്റെ ഭൂതകാല അംഗക്രിയയാണ്, അതിന്റെ കർമ്മണി രൂപമാണ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവ് ഹെഗിയാസ്മെനെ, ഹെഗിയാസ്മെനെ. അതിന്റെ നാമരൂപമാണ് ഹഗിയോസ്. 240 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹഗിയാറ്റ്സോ എന്ന വാക്ക്, അതിന്റെ ക്രിയാരൂപം 29 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഉപയോഗത്തിനായി മാറ്റിവെക്കുന്ന വസ്തുവിന്റെയോ ആളിന്റെയോ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിച്ച് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആളെ വിശുദ്ധമാക്കുന്നു, പൗത്രീകരിക്കുന്നു എന്നാണ് അർത്ഥം. ഒന്നുകൂടി ഞാൻ പറയാം. ഹെഗിയാസോ, ഹഗിയാറ്റ്സോ, ഹെഗിയാക്സ്മെനെ, അതായത് പൗത്രീകരിക്കപ്പെട്ട്, പൗത്രീകരിക്കപ്പെട്ട് എന്ന് വച്ചാൽ അതിനർത്ഥം ഈ ദൈവത്തിന്റെ ഉപയോഗത്തിനായി നമ്മൾ ദൈവത്തിനെ മാറ്റി നിർത്താണ്, ഇങ്ങനെ പൊക്കിപ്പിടിക്കുകയാണ്. ഇങ്ങനെ പൊക്കിപ്പിടിക്കുക, ദൈവത്തിലേക്ക് ഇങ്ങനെ പൊക്കിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിലേക്ക് വന്ന് ആ വസ്തുവിലേക്കോ ആളിലേക്കോ വന്ന് ആ വസ്തുവിനെയോ ആളെയോ പൗത്രീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ പൗലോസ് മാനസാന്തരപ്പെട്ട പുറജാതിക്കാരെ ദൈവത്തിനുള്ള കാഴ്ചവസ്തുവായി, ബലിവസ്തുവായി ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്ന് അവരെ പൗത്രീകരിക്കുന്നു. മൂന്നാമത്തെ വാക്ക് പുരോഹിതനായി, പുരോഹിതനായി. ഹിയറോർഗയോ എന്നാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്. പാവനമായ ആചാരങ്ങൾ എന്നതിന് അർത്ഥമുണ്ട്. 1 കൊരിന്തോസ് 9:13. തിരുവഴുത്തുകൾ എന്നതിന് അർത്ഥമുണ്ട്. 2 തിമോത്തി 3:15. പൗരോഹിത്യ ഉദ്യോഗം എന്നും അർത്ഥമുണ്ട്. ഹിയറോസ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 3 അർത്ഥങ്ങളിലാണ്. പാവനമായ ആചാരങ്ങള്, തിരുവെഴുത്തുകള്, പൗരോഹിത്യത്തിന്റെ ഉദ്യോഗം. ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന വാക്കാണ്, ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വാക്കാണ് ഹീറേവോസ്. ഹീറേവോസ് പുരോഹിതൻ എന്നാണ് അർത്ഥം. നടപടി ഗ്രന്ഥം 14:13, മത്തായി 8:4, മർക്കോസ് 2:26, യോഹന്നാൻ 1:19. ഇവരൊക്കെ ഹീറേവോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പുരോഹിതൻ എന്ന അർത്ഥത്തില്. യഹൂദ മഹാപുരോഹിതന്മാരുടെ പേരുകൾ ഒഴിവാക്കിയാൽ പുതിയ നിയമത്തിൽ 4 പുരോഹിതന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സക്കറിയ ലൂക്ക 1:5, മെൽക്കിസദേക്ക് ഹെബ്രായ 7:1, അഹറോൻ ഹെബ്രായ 7:11, യേശുക്രിസ്തു ഹെബ്രായ 7:17. ഈ ഹീറേവോസ് എന്ന വാക്ക് 33 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹീറേവോസ് എന്ന വാക്കിനോട് പ്രവൃത്തി എന്നർത്ഥമുള്ള എർഗോൺ ചേർത്താണ് ഹിയറോർഗയോ എന്ന് പൗലോസ് ഉപയോഗിച്ചത്. പുരോഹിതനായി അനുഷ്ഠിക്കുന്നു. എർഗോൺ എന്ന വാക്കാണ്. പ്രവർത്തിക്കുന്നു, എർഗാൻ വെച്ചാൽ പ്രവൃത്തി എന്നർത്ഥമുണ്ട്. അപ്പോൾ പ്രവൃത്തി എന്നർത്ഥമുള്ള എർഗോൻ എന്ന വാക്ക് പുരോഹിതൻ എന്നർത്ഥമുള്ള ഹീറോവസിനോട് ചേർത്ത് ഹീറർഗയോ, എർഗോൻ
ഹിയറർഗയോ. ഹിയറവോസ് പുരോഹിതൻ, എർഗോൻ പ്രവൃത്തി. ഹിയറർഗയോ എന്ന് പറഞ്ഞാൽ പുരോഹിതനായിട്ട് പുരോഹിത പ്രവൃത്തി ചെയ്യുന്നു. പുരോഹിതന്റെ പ്രവൃത്തി ചെയ്യുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി അർപ്പിക്കുമെന്ന് പൗലോസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് റോമാലേഖനം 12:1. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി സമർപ്പിക്കുമെൻ. ആ ആശയം കുറെ കൂടെ ശക്തമായി അവതരിപ്പിക്കുകയാണ് ഹിയറർഗയോ എന്ന വാക്കുപയോഗിച്ചിട്ട്. അതായത് പുരോഹിതനായി ഞാൻ പ്രവർത്തിക്കുന്നു, പുരോഹിതനായി ഞാൻ ഇത് അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ അപ്പസ്തോലിക സത്തയെ, ശ്ലൈഹിക ദൗത്യത്തെ പൗരോഹിത്യ സത്തയുടെ അല്ലെങ്കിൽ പൗരോഹിത്യ ദൗത്യത്തിന്റെ ഭാഷാ സങ്കേതങ്ങളിൽ പുനരാഖ്യാനം ചെയ്യുകയാണ് പൗലോസ് അപ്പസ്തോലനാണ്, സ്ലീഹയാണ്. അപ്പൊ സ്ലീഹയുടെ ദൗത്യം, ശ്ലൈഹിക ദൗത്യം പുരോഹിത ദൗത്യവുമായിട്ട് പുരോഹിത ദൗത്യമായിട്ട് അല്ലെങ്കിൽ പുരോഹിത സത്തയായിട്ട് പുനരവതരിപ്പിക്കുകയാണ്. വിജാതിർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി പ്രവർത്തിക്കുന്നു, പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ദിവ്യശുശ്രൂഷകനായിരിക്കുന്നു. ഇങ്ങനെ പൗരോഹിത്യത്തെയും ബലിയെയും ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത് ഒരു ലാക്ഷണിക കഥ, അലിഗറിയാണെന്ന് അല്ലെങ്കിൽ ദൃഷ്ടാന്ത കഥയാണെന്ന് ചില പ്രൊട്ടസ്റ്റന്റുകാര് പഠിപ്പിക്കുന്നു. അവരുടെ കാൽപാദങ്ങളെ പിഞ്ചൊന്ന് പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവസാക്ഷികള്, ബോണഗൻ ക്രിസ്ത്യൻസ് ഇവരൊക്കെ ഇതല്ല ഒരു പൗലോസ് പുരോഹിതനാണെന്ന് പറഞ്ഞത് ഒരു ദൃഷ്ടാന്തമാണ്, അല്ലാതെ അത് ആക്ഷരികമായിട്ട് എടുക്കേണ്ടതല്ല, ശരിക്കും എടുക്കേണ്ടതല്ല എന്നാണ് അവർ പറയണേ. എന്നാൽ അവരുടെ ഇത് പൗരോഹിത്യം ബലി എന്നൊക്കെ വെറും പ്രതീകാത്മക വാക്കുകളാണെന്നാണ് പറയണേ. എന്നാൽ പൗലോസും സഭ മുഴുവനും മനസ്സിലാക്കിയത് മറിച്ചാണ്. ഈ പൗരോഹിത്യം, ബലി എന്നീ പദങ്ങള് യഥാർത്ഥ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് മനസ്സിലാക്കിയത്, സഭ അങ്ങനെ മനസ്സിലാക്കിയത്. ഈ 17 നൂറ്റാണ്ട് 16 നൂറ്റാണ്ട് പ്രൊട്ടസ്റ്റന്റുകാർ വരുന്നതുവരും സഭ മനസ്സിലാക്കിയത്, പ്രൊട്ടസ്റ്റന്റുകാർ വന്നപ്പോ ഇങ്ങനെയൊന്നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ മതിയോ? 16 നൂറ്റാണ്ട് സഭ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഇപ്പോഴും സഭ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കത്തോലിക്ക സഭ എതിർക്കാൻ വേണ്ടി ഈ വാക്ക് പൗരോഹിത്യം, ബലി എന്നതിനെ ഒരു ദൃഷ്ടാന്തമായി കണ്ടാൽ മതി, പ്രതീകാത്മകമായി കണ്ടാൽ മതി, അത് യഥാർത്ഥ ആരാധന ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു പരത്തുകയാണ്. അത് കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനത്തിലുള്ള എതിർപ്പ് കൊണ്ടാണ്, അല്ലാതെ തിരുവചനത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല. തിരുവചനത്തിൽ പൗലോസ് പറയുന്നതും സഭ മനസ്സിലാക്കിയതും ആദിമസഭ മനസ്സിലാക്കിയതും സഭാപിതാക്കന്മാർ മനസ്സിലാക്കിയതും പൗരോഹിത്യം, ബലി എന്നീ വാക്കുകള് യഥാർത്ഥ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് പഠിപ്പിച്ചത് എന്നാണ്. പൗലോസിന്റെയും സഭ മുഴുവന്റെയും വീക്ഷണത്തില് ഭൗതിക ബലികള്, അതായത് മൃഗബലികളാണ് പ്രതീകാത്മക ബലികള്. പൗലോസിന്റെയും സഭയുടെയും വീക്ഷണത്തിൽ ഭൗതിക ബലികള് എന്ന് പറയുന്ന മൃഗബലികള് അതാണ് പ്രതീകാത്മകം. അല്ലാതെ പൗലോസ് ഉപയോഗിക്കുന്ന പൗരോഹിത്യം, ബലി എന്ന വാക്കുകളല്ല പ്രതീകാത്മകം. പൗലോസ് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ആരാധനയുടെ അർത്ഥത്തിൽ തന്നെയാണ്, യഥാർത്ഥ ബലിയുടെ അർത്ഥത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഭൗതിക ബലി അല്ലെങ്കിൽ മൃഗബലികൾ പ്രതീകാത്മകം എന്ന് പറയണേ? പുതിയ നിയമത്തിലെ സകല ആളുകളും പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ മൃഗബലികൾ അവരുടെ ആശയം, സങ്കല്പമൊക്കെ ഗംഭീരമാണ്. പക്ഷേ അവയ്ക്ക് തന്നെ സ്വയം നിവർത്തിക്കാൻ കഴിയാത്ത എന്തിനേയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല, ഹെബ്രായ ലേഖനം 9:22. പക്ഷേ സമർപ്പിച്ചതോ മൃഗങ്ങളെയാണ്. മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങൾ മോചിക്കാൻ കഴിവുണ്ടോ? ഇല്ല. പക്ഷെ പാപമോചനം കിട്ടാനുള്ള മോഹമുണ്ട്. അപ്പൊ രക്തച്ചൊരിച്ചിൽ വേണം പാപമോചനം കിട്ടാൻ. അപ്പൊ മൃഗങ്ങൾ അർപ്പിക്കുകയാണ്. പാപമോചനം കിട്ടാനുള്ള മോഹമുണ്ട്, പക്ഷെ സമർപ്പിക്കുന്നത് അപര്യാപ്തമാണ്. അവയ്ക്ക് സ്വയമേവ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മൃഗങ്ങള്. ആ മൃഗങ്ങൾ അർപ്പിക്കുകയാണ്, പക്ഷെ സങ്കല്പം കേമമാണ്. അതുകൊണ്ടാണ് അവ പ്രതീകാത്മകം മാത്രമാണ്. മൃഗബലികള് ഭൗതിക ബലിയാണ്, പ്രതീകാത്മക ബലിയാണ്. അവയ്ക്ക് സ്വയമേവ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്ന് സമർപ്പിക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ സൗഖ്യത്താലും രൂപാന്തരപ്പെടുത്തുന്ന വചനത്താലും രൂപവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിനുള്ള പ്രത്യുത്തരമായി മാറുന്ന സജീവനായ മനുഷ്യൻ, അവനാണ് യഥാർത്ഥ ആരാധന.
ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി അർപ്പിക്കുവിൻ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സൗഖ്യത്താലും രൂപാന്തരപ്പെടുത്തുന്ന തിരുവചനത്താലും രൂപവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിനുള്ള പ്രത്യുത്തരമായി വന്ന സജീവനായ മനുഷ്യൻ, അവനാണ് യഥാർത്ഥ ആരാധന. ജീവനുള്ള മനുഷ്യരാണ്, ദൈവത്തിന്റെ ജീവനുള്ള മനുഷ്യരാണ് യഥാർത്ഥ ആരാധന. മനുഷ്യരെ ദൈവത്തിനുള്ള സജീവ കാഴ്ചയായി രൂപാന്തരപ്പെടുത്തുന്ന തിരുവചനത്തിന്റെയും സൗഖ്യം നൽകുന്ന കൂദാശയുടെയും ദിവ്യ ശുശ്രൂഷകനാണ് പുരോഹിതൻ. സ്രഷ്ടാവും വിമോചകനുമായ ദൈവത്തിലുള്ള സ്തോത്രവും കൃതജ്ഞതയുമാക്കി പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും സ്രഷ്ടാവും വിമോചകനുമായ ദൈവത്തിലുള്ള സ്തോത്രവും കൃതജ്ഞതയുമാക്കി പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും കൂദാശയുടെയും ശുശ്രൂഷകനാണ് പുരോഹിതൻ. തന്നെ കുരിശിൽ തിരുമുൽ കാഴ്ചയെ സമർപ്പിച്ച ക്രിസ്തുവാണ് സാക്ഷാൽ മഹാപുരോഹിതൻ. ആ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പ്രതീക സൂചകം മാത്രമായിരുന്നു അഹറോന്റെ പൗരോഹിത്യം. അതിനാൽ ക്രിസ്തുവിന്റെ സ്വയം ദാനം, അവന്റെ അനുസരണം തന്നെ നമ്മയെല്ലാം പൊക്കിയെടുത്ത് പരമകാരണ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുന്നു. സ്വയം സമർപ്പണത്തിലൂടെയുള്ള ഈ തിരിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥ ആരാധന. അതാണ് സത്യമായ ബലി. അപ്പസ്തോലിക ശുശ്രൂഷയുടെ ഹൃദയം, മനുഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സദ്വാർത്തന പ്രഘോഷണത്തിന്റെ ഹൃദയം തന്നെ നിർവചിക്കുന്നത് കുരിശിന്റെ രഹസ്യത്തിലേക്കുള്ള ഈ ഊളിയിട്ടിറങ്ങലായിട്ടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുർബാനയുടെ ആഘോഷം ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത്. കാരണം യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ രഹസ്യത്തിലേക്കുള്ള നിരന്തരമായ പ്രവേശനമാണത്. അതേസമയം ആരാധനയുടെ പൂർണ്ണ വ്യാപ്തി നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എല്ലാ വ്യക്തികളെയും ഈ ലോകത്തെ തന്നെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് അവനോടൊത്ത് എല്ലാവരും ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരികൃതവുമായ ഒരു തിരുമുൽ കാഴ്ചയായി പരിണമിക്കണമെന്നതാണ് ആരാധനയുടെ പൂർണ്ണ വ്യാപ്തി. ഞാനിപ്പോ ഈ അവസാനം വായിച്ചത് നസറത്തിൽ യേശു എന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം 2ാമത്തെ വോള്യം 367 മുതൽ 70 വരെയുള്ള വാക്യങ്ങളിലെ ഒരു രക്തച്ചുരുക്കാണ്. നിങ്ങളത് ഒന്നുകൂടി വായിക്കണം, കേൾക്കണം. ഇനി അവസാനത്തെ വാക്ക്, ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗ്രീക്കില് ലെയ്ത്തുർഗോസ്, ക്രിസ്തു യേശു എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. ദാസൻ എന്നർത്ഥമുള്ള ദിയക്കോണോസ് എന്ന് പൗലോസ് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 3:6. ചിലപ്പോൾ കാര്യസ്ഥൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒയ്ക്കോനോമോസ് എന്നാണ് വാക്ക് ഗ്രീക്കില്. 1 കൊരിന്ത്യർ 4:1. ആ പദങ്ങളൊന്നും അല്ല ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചത് ലെയ്ത്തുർഗോസ്, ലിറ്റർജി അർപ്പിക്കുന്നവൻ. ലിറ്റർജി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, എംപറർ ഇമ്മാനുവേൽ ഇവരൊക്കെ കലിതുള്ളും. പക്ഷെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ലെയ്ത്തുർഗോസ്. ഞാൻ ലിറ്റർജി അർപ്പിക്കുന്നവനാണ്, ദിവ്യ ശുശ്രൂഷ അർപ്പിക്കുന്നവനാണ്, ആരാധനക്രമ അനുസരിച്ച് ആരാധന അർപ്പിക്കുന്നവനാണ്. അതായത് ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. അത് ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ആ ബലിയാണ്. ആ ബലിയുടെ ആഘോഷമാണ് ലിറ്റർജി അഥവാ ദിവ്യ ശുശ്രൂഷ. ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച കുരിശിലെ ബലി അത് ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആഘോഷിക്കണം. ഈ നിമിഷത്തിലേക്ക് അത് കൊണ്ടുവരണം അതിന്റെ ഫലങ്ങള്. ആ ആഘോഷത്തിൽ നമ്മൾ ഉൾച്ചേരുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ഭൂതകാലത്തെ ഒരു സംഭവം മാത്രമായിട്ട് നിൽക്കും. ഈ ഒരിക്കൽ എന്നേക്കുമായി യേശു അർപ്പിച്ച ബലി ഇന്ന് അത് സജീവമായി നിലനിർത്തുന്നത് കൂദാശകളിലൂടെയാണ്. ആ കൂദാശയുടെ അർപ്പണത്തെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ആ ബലി, ഒരിക്കൽ എന്നേക്കും അർപ്പിച്ച ബലി ഇപ്പോൾ ആഘോഷിക്കുന്നു ഈ നിമിഷത്തില്, ഈ വർത്തമാനത്തില്. കാരണം ജീവിക്കുന്ന ദൈവമാണ് ക്രിസ്തു. അവൻ ഇന്ന് സന്നിഹിതമാകുകയാണ്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവൻ പറഞ്ഞു. അവന്റെ മരണം പ്രഖ്യാപിക്കുമ്പോൾ അവൻ സന്നിഹിതമാകും. യേശു ഭൂതകാലത്തില് ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, വർത്തമാനത്തിൽ ജീവിക്കുന്നവനാണ്, ഭാവിയിലും ജീവിക്കുന്നവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ഒന്ന് തന്നെ. ആ ക്രിസ്തുവിനെ സജീവമാക്കുന്ന, സന്നിഹിതമാക്കുന്ന കർമ്മമാണ് ലിറ്റർജി.
ദൈവത്തിന് ബലിയർപ്പിക്കുന്നവനാണ് ലെയ്തുർഗോസ്. ബലിയർപ്പിക്കണമെങ്കിൽ പട്ടാഭിഷേകം അഥവാ വാഴിക്കപ്പെടൽ വേണം. പൗലോസിന് പട്ടാഭിഷേകമുണ്ട്. മഹാപുരോഹിതനായി ക്രിസ്തുവിന്റെ പുരോഹിതനായി ക്രിസ്തുവിനാൽ വാഴിക്കപ്പെട്ട വ്യക്തിയാണ് പൗലോസ്. ദേവാലയത്തിൽ പുരോഹിതന്റെ ദിവ്യ ശുശ്രൂഷയോടാണ് പൗലോസ് വിജാതീയർക്കുള്ള തന്റെ ശ്ലൈഹിക ദൗത്യത്തെ തുലനം ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി പൗലോസ് അവതരിപ്പിച്ചു. നമ്മൾ കണ്ടു കഴിഞ്ഞു അത്. അതിനാൽ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുന്ന ലെയ്തുർഗോസ് ദിവ്യ ശുശ്രൂഷകന്റെ വിശുദ്ധ ജോലിക്ക് തുല്യമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ദൈവവചനം പ്രഘോഷിക്കുന്നതാണ് ലിറ്റർജിക്കൽ പ്രവൃത്തി. അത് ദിവ്യ ആരാധനയുടെ പ്രവൃത്തിയാണ്. റോമാലേഖനം 11:13, 2 കൊരിന്ത്യർ 3:3, ഫിലിപ്പിയ ലേഖനം 2:17. ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എന്നും അതിനാൽ പുതിയ നിയമത്തിലെ സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും ദിവ്യ ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നത് എത്രയോ ഉചിതമാണ് എന്നും റോമായിലെ ക്ലെമന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 3ാമത്തെ 4ാമത്തെ മാർപ്പാപ്പിയാണ്. ക്രിസ്തുവർഷം 92 മുതൽ 100 വരെ റോമയിൽ മാർപ്പാപ്പിയായിരുന്ന ആളാണ് ക്ലെമന്റ്. ക്രിസ്തുവർഷം 92 മുതൽ 100 വരെ എന്ന് വെച്ചാൽ അപ്പസ്തോലന്മാരുടെ കാലയളവിൽ അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന പത്രോസ് തന്നെയാണ് ഈ ക്ലെമന്റിനെ മെത്രാനായി വാഴിച്ചതെന്നാണ് പാരമ്പര്യം. ആ ക്ലെമന്റ് പറയാണ് ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിൽ പ്രവാചകന്മാര്. അപ്പോൾ സ്ലീഹന്മാര്, പുതിയ നിയമത്തിൽ സ്ലീഹന്മാരും പ്രവാചകന്മാരും ദിവ്യ ശുശ്രൂഷകർ എന്ന് തന്നെയാണ് വിളിക്കപ്പെടേണ്ടത്. കാരണം ക്രിസ്തുവിലുള്ള കൃപയുടെ ദിവ്യ ശുശ്രൂഷകരാണ്, ലിറ്റർജി അർപ്പിക്കുന്നവരാണ് സ്ലീഹന്മാരും ഈ പ്രവാചകന്മാരും. ചുരുക്കത്തില് പൗലോസിന്റെ വാക്കുകള് റോമാലേഖനം 15:16 ലിറ്റർജി എന്താണെന്നും യഥാർത്ഥ ആരാധന എന്തെന്നും ലിറ്റർജി അർപ്പിക്കുന്നത് പുരോഹിതനാണെന്നുമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഇച്ചിരി കട്ടിയായ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ കട്ടിയിൽ തുടങ്ങുന്നതിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. പക്ഷെ ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുക. ഈ ബൈബിളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചതിന് കാരണം, കട്ടിയാണെങ്കിലും ബൈബിളിൽ തുടങ്ങാൻ കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ലിറ്റർജി എന്ന് പറഞ്ഞാൽ സഭയുണ്ടാക്കിയ ഒരു പാരമ്പര്യമാണെന്നാണ്. അതായത് ബൈബിളിലില്ലാതെ കത്തോലിക്ക സഭ എവിടെന്നോ കണ്ടെത്തിയത്, ചിലർ പറഞ്ഞ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കണ്ടെത്തിയത്, കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചു എന്നൊക്കെയാണ്. ഇത് ഞാൻ ബൈബിളിൽ നിന്ന് തുടങ്ങാൻ കാരണം റോമാലേഖനം എഴുതപ്പെടുന്നത് AD 57 AD 57. ആ 57 തന്നെ ക്രിസ്തു 57 തന്നെ പൗലോസ് പറയാണ് താൻ ചെയ്യുന്നത് ഈ സുവിശേഷ പ്രഘോഷണം പുരോഹിത പ്രവൃത്തിയാണ്, കൊടുക്കുന്നത് മനുഷ്യരെയാണ്. ഈ മനുഷ്യരെ കൊടുക്കുന്നതിന് പ്രതീകമാണ് അപ്പവും വീഞ്ഞും. കർത്താവ് അങ്ങനെ ചെയ്തു, അപ്പവും വീഞ്ഞെടുത്തു, എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. എന്നിട്ട് ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ്. അവന്റെ ജീവൻ ഈ അപ്പത്തിലും വീഞ്ഞിലും വെച്ചു. അങ്ങനെ അവന്റെ ജീവൻ തന്നെ അവൽ വെച്ചത് കൊണ്ടാണ് ഇത് ഞാനാണ്, ഇത് എന്റെ ജീവനാണ് അവൻ പറയുന്നത്. മാത്രമല്ല ഉത്ഥാനം ചെയ്തിട്ട് കർത്താവ് ആദ്യം ചെയ്ത കാര്യം കുർബാന അർപ്പിക്കല എമ്മാവൂസില്. അപ്പൊ കുർബാന തുടങ്ങുന്നത് ഉത്ഥാനത്തിന്റെ അന്നാണ്. പിന്നെ 40 ദിവസത്തേക്കും പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു. കുർബാന അർപ്പിച്ചെന്ന് അർത്ഥം ആ വാക്കിന്. നടപടി ഗ്രന്ഥം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങള്. ഞായറാഴ്ചകളിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും ശുശ്രൂഷയാണ്. അപ്പൊ കുർബാന എന്ന് പറയുന്ന ലിറ്റർജി എന്ന് പറയുന്ന ആരാധന, ഈ സുവിശേഷ പ്രഘോഷം എന്ന് പറഞ്ഞ ആരാധന, അത് പുരോഹിത പ്രവൃത്തിയാണ്. അത് പൗലോസ് പറയുന്നു, യേശു പറയുന്നു. അതിനാൽ ഈ ലിറ്റർജിയും പൗരോഹിത്യവും ചേർന്ന് പോകുന്നു. അത് ബൈബിളിലുള്ള സംഗതിയാണ്, ക്രിസ്തു ചെയ്ത സംഗതിയാണ്, പൗലോസ് ചെയ്ത സംഗതിയാണ്, പത്രോസ് ചെയ്ത സംഗതിയാണ്. അല്ലാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയതല്ല. ഇത് മനസ്സിലാക്കാൻ ഞാൻ ആ വായിച്ച ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടി 2-3 പ്രാവശ്യം കേട്ട് നോട്ടൊക്കെ എടുക്കണം. കാരണം നമുക്ക് 9 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമാണ്. ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രിബ്യൂട്ട് ചെയ്ത് ധ്യാന ചിന്തകളൊക്കെ നിങ്ങൾ എനിക്കും പറഞ്ഞു തരിക, ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരിക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് ഈ കുർബാന എന്ന് പറയുന്ന ആരാധനക്രമത്തിലും മറ്റ് ലിറ്റർജികളുടെ ശുശ്രൂഷകളിലൊക്കെ കുറെ കൂടി അർത്ഥം തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് കുറെ കൂടി അടുപ്പമുള്ള ശുശ്രൂഷയായിട്ട് അത് രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 2. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്രിസ്തു യേശുവിന്റെ ലെയ്തുർഗോസ് ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കേണ്ടവനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. റോമാലേഖനം 15-ാം അധ്യായം 16.
അവിടെ നമ്മൾ സൂചിപ്പിച്ച ഒരു വചനം, അതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. റോമാലേഖനത്തിൽ 12:1, 1-2 വാക്യങ്ങൾ. ഞാൻ ആ തിരുവചനം ഒന്ന് വായിക്കാം. എന്നിട്ട് അതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ലിറ്റർജി എന്നറിയാനുള്ള നമ്മുടെ ശ്രമമാണ്. ബൈബിളിൽ ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചിലയെല്ലാം കട്ടിയായ കാര്യങ്ങളാണ്. നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമെന്നും അത് ഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. റോമാലേഖനം 12-ാം 1-2 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവുകൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇതിന്റെ ഒരു പൊതുവായ ആശയം ക്രിസ്തീയ ജീവിതം തന്നെ ആരാധനയാകണം എന്നതാണ്. ഈ ആദ്യത്തെ അധ്യായത്തില് വിഗ്രഹാരാധന എന്തെന്ന് പൗലോസ് വിശദീകരിച്ചിരുന്നു. റോമാലേഖനത്തിലെ ആദ്യത്തെ അധ്യായം 1-ാമത്തെ അധ്യായം 18 മുതൽ 32 വരെ വാക്യങ്ങൾ. ആ വിഗ്രഹാരാധനയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ള ആരാധന, ശരിയായ ആരാധന, അതാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിശ്വാസികള് വിഗ്രഹാരാധനയോ മൃഗബലികളോ അല്ല സമർപ്പിക്കുക, ബുദ്ധിയുള്ള ആരാധനയാണ് സമർപ്പിക്കുക. സത്യവിശ്വാസികള് ബുദ്ധിയുള്ള ആരാധനയാണ് സമർപ്പിക്കുക. വിഗ്രഹാരാധകരോ യുക്തിഹീനമായ പൂജയും. റോമാലേഖനം 1:22. വിശ്വാസികൾ തങ്ങളുടെ ശരീരങ്ങളെ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുന്നു. വിഗ്രഹാരാധകരോ തങ്ങളെ തന്നെ ലൈംഗിക അധാർമികതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരങ്ങളെ അനാദരിക്കുന്നു. റോമാലേഖനം 1:24. വിഗ്രഹാരാധകര് തങ്ങളുടെ ശരീരങ്ങളെ തങ്ങളെ തന്നെ ലൈംഗിക അധാർമികതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരങ്ങളെ അനാദരിക്കുന്നു. വിശ്വാസികൾ തങ്ങളുടെ ശരീരം ദൈവത്തിന് ബലിയായി സമർപ്പിക്കുന്നു. വിശ്വാസികൾ സത്യത്താൽ തങ്ങളുടെ മനസ്സുകളെ നവീകരിക്കുന്നു. വിഗ്രഹാരാധകർ അബദ്ധം കൊണ്ട് തങ്ങളുടെ മനസ്സുകളെ ഇരുണ്ടതാക്കുന്നു. റോമാലേഖനം 1:21. വിശ്വാസികൾ ദൈവഹിതം ആരായുന്നു. വിഗ്രഹാരാധകർ സ്വന്തം ഹിതം മാത്രം തേടി ദൈവത്തെ നിന്ദിക്കുന്നു. റോമാലേഖനം 1:32. വിജാതിരുടെ പൂജയും ക്രിസ്ത്യാനികൾ ആരാധനയും തമ്മിലുള്ള അന്തരം ഇതാണ്. ആത്മീയമായി തരം താഴ്ത്തുന്ന താഴോട്ടുള്ള പതനമാണ് വിജാതിരുടെ പൂജ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. ആത്മീയമായി തരം താഴ്ത്തുന്ന താഴോട്ടുള്ള പതനമാണ് വിജാതിരുടെ പൂജ. ആത്മീയമായി ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന ബലിയാണ് ക്രിസ്തീയ ആരാധന. ആത്മീയമായി ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന, സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ബലിയാണ് ക്രിസ്തീയ ആരാധന. ദൈവത്തിന് യോജിച്ച ആരാധനയ്ക്ക് നമ്മുടെ മാനുഷിക ധാർമ്മികത അപര്യാപ്തമായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ മാത്രം നന്മ നമ്മിലില്ല. ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ളവൻ ആരുണ്ട്? അപ്പോൾ ദൈവം എന്തു ചെയ്തു? വചനമായ ദൈവം മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരം പിടിച്ചു. യോഹന്നാൻ 1:14. മാംസം ധരിച്ച പുത്രൻ നമ്മയെല്ലാം അവനിൽ വഹിച്ചു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന ആരാധന അവൻ കൊടുത്തു പിതാവായ ദൈവത്തിന്. ദൈവഹിതത്തിന് വിധേയനായി അനുസരണമുള്ളവനായി അവൻ സ്വയം ബലിയായതാണ് ശരിക്കുള്ള ആരാധന. ദൈവഹിതത്തിന് വിധേയമായി അനുസരണമുള്ളവനായി ക്രിസ്തു സ്വയം ബലിയായി, അതാണ് ശരിക്കുള്ള ആരാധന. അതിനാൽ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്ന ജ്ഞാനസ്നാനം എന്ന കൂദാശ നമ്മെ എല്ലാവരെയും മൊത്തത്തിൽ ആലിംഗനം ചെയ്യുന്ന കുരിശിലെ അനുസരണത്തിന്റെ ആചരണമായ വിശുദ്ധ കുർബാന, ഈ രണ്ട് കൂദാശകള് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ഭാഗമാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, മരണം വരെയുള്ള അനുസരണം, അലംഘനീയമായ അനുസരണം, ആ അനുസരണമാണ് കുരിശിൽ കാണുന്നത്. അങ്ങനെ ദൈവഹിതത്തിന് വിധേയമായി മരണം വരെയുള്ള അനുസരണം കാഴ്ചവെച്ച് ആ അനുസരണത്തിന് വേണ്ടി സ്വയം ബലിയായി കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ചു, പ്രാണൻ അർപ്പിച്ചു. ആ ക്രിസ്തുവിന്റെ ബലിയാണ് ശരിക്കുള്ള ആരാധന. അതിനാൽ ആ അനുസരണത്തിലേക്ക്, ക്രിസ്തുവിന്റെ ആ അനുസരണത്തിലേക്ക്
നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു കർമ്മമാണ് മാമോദീസ. ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മെ വഹിച്ചു കൊണ്ടുപോകുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്നത്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം ഈ അനുസരണത്തിലേക്ക്, ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നാം എടുത്തു വെക്കുകയാണ്. ആ അനുസരണം മരണത്തോളമുള്ള അനുസരണമാണ്. അപ്പൊ നാം നമ്മിൽ തന്നെ മരിച്ച് ക്രിസ്തുവിൽ ഉയർക്കാൻ വേണ്ടി നമ്മെ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാമോദീസ. തീർന്നില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മയെല്ലാം മൊത്തത്തിൽ ആലിംഗനം ചെയ്യുന്ന കുരിശിലെ അനുസരണത്തിന്റെ ആചരണമായ വിശുദ്ധ കുർബാന എന്ന കൂദാശ, ക്രിസ്തുവിന്റെ കുരിശിലെ അനുസരണത്തിന്റെ ആചരണമാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയും അപ്പോ മാമോദീസ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മയെല്ലാം ഈ അനുസരണം ആലിംഗനം ചെയ്യുന്നു. അത് കുരിശിലെ ബലിയിലെ കുരിശിലെ അനുസരണമാണത്. ആ അനുസരണത്തിന്റെ ആചരണമാണ്, അലംഘനീയമായ അനുസരണത്തിന്റെ ആചരണമാണ് വിശുദ്ധ കുർബാന. ഇതുകൊണ്ടാണ് മാമോദീസയും കുർബാനയും ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമാകുന്നത്. ആ വിശുദ്ധ കൂദാശകൾ നമ്മെ ശുദ്ധീകരിച്ച് യേശുക്രിസ്തു അർപ്പിക്കുന്ന സമ്പൂർണ്ണ ആരാധനയിലേക്ക് നമ്മെ ആവാഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ മാംസം ധരിച്ച അനുസരണം, അവതാരം ചെയ്ത അനുസരണം തന്നെ, ക്രിസ്തുവിന്റെ മാംസം ധരിച്ച അനുസരണം, അവതാരം ചെയ്ത അനുസരണം തന്നെ നമുക്ക് പ്രവേശിക്കാനായി ഒരിടം തുറന്നിടുകയും ആ അനുസരണത്തിലൂടെ നമ്മുടെ തന്നെ ജീവിതം പുതിയൊരു ജീവിത പരിസരം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ മാമോദീസ, വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകളിലൂടെ. കുരിശിന്റെ രഹസ്യം നമ്മൾ വെറുതെ അങ്ങ് സന്ധിക്കുകയല്ല. നമ്മെ കുരിശെന്ന മഹാരഹസ്യത്തിന്റെ ഉള്ളിലേക്ക്, ഉള്ളറയിലേക്ക് ആവാഹിച്ച് വലിച്ചടുപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് പുതിയൊരു മൂല്യം നൽകുകയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയുമാണ്. നസ്രത്ത് അലി യേശു, ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം 2ാമത്തെ വോള്യം 367 മുതൽ 369 വരെ നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ ഇതേക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അവിടെ കാണാം. ഇതാണ് പൊതുവായിട്ട് ഈ റോമാലേഖനത്തിലെ 12ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നത്. നമുക്കതിന്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് കടക്കാം. പൗലോസ് പറയാണ് മനസ്സലിവുകൾ, അതായത് ദൈവത്തിന്റെ ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ മനസ്സലിവുകൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണല്ലോ പൗലോസ് പറയുന്നത്. ഈ മനസ്സലിവുകൾ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്കില് ഒയ്ത്തിർമോസ് എന്നാണ്. ഒയ്ത്തിർമോസ്, അലിവ്, അനുകമ്പ, കനിവ് എന്നെല്ലാം അർത്ഥം. ഇവിടെ ബഹുവചനത്തില് മനസ്സലിവുകൾ എന്നുപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മനസ്സലിവ് പല പ്രാവശ്യം ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ പ്ലൂരൽ ബഹുവചനത്തിൽ പറയുന്നത്. അത് പൗലോസ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് റോമാലേഖനത്തില്. 9-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങള്, 18-ാമത്തെ വാക്യം, 23-ാം വാക്യം, പിന്നെ 11-ാം അധ്യായം 30-32 വാക്യങ്ങള്. ഇവിടെയൊക്കെ ദൈവത്തിന്റെ മനസ്സലിവ് പല പ്രാവശ്യം ആവിഷ്കരിക്കപ്പെട്ടത് പൗലോസ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പല പ്രാവശ്യം ആവിഷ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ മനസ്സലിവ് അത് കാണിക്കാൻ വേണ്ടിയാണ് മനസ്സലിവുകൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ മനസ്സലിവുകൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട്, മറ്റുള്ളവരുടെ മേൽ അധികാരമുള്ള അപ്പസ്തോലൻ എന്ന നിലയിലാണ് പൗലോസ് സംസാരിക്കണേ. ഇതിനു മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. റോമാലേഖനം 1:5, 11-13. എല്ലാവരും തുല്യരായതിനാൽ അധികാരഘടന വേണ്ട എന്നല്ല തിരുവചനം പഠിപ്പിക്കുന്നത്. മറിച്ച് സഭയിൽ ഒരു അധികാര ഘടനയുണ്ട്. പൗലോസ് അപ്പസ്തോലൻ എന്ന നിലയിൽ അധികാരമുള്ളവനാണ്. ആ അധികാരം വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം. അതാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, അതായത് എനിക്ക് നിങ്ങളുടെ മേൽ ചില അധികാരങ്ങളുണ്ട്. എന്നുവെച്ചാൽ വെക്കട്ടുകാരാനുള്ള അധികാരമല്ല, പക്ഷേ ഈ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കാനും വിശ്വാസ സത്യങ്ങൾ വ്യതിചലിച്ചാൽ ശകാരിക്കാനും തിരുത്താനുമുള്ള അധികാരം, ആ അധികാരമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവുകൾ, പല പ്രാവശ്യം ആവിഷ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ അനുകമ്പ, അലിവ് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ
പൗലോസ് എന്ന അപ്പസ്തോലൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്താണ് അഭ്യർത്ഥിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി സമർപ്പിക്കുവേൻ. ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയും ആത്മാവുമുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മൃഗബലികളുടേതല്ല, സ്വന്തം ശരീരങ്ങളാണ്. ബുദ്ധിയുള്ള ആരാധന കൊടുക്കാനാണ് പൗലോസ് പറയണേ. ബുദ്ധിയും ആത്മാവുമുള്ള ജീവിയാണ് മനുഷ്യൻ. ഇത് രണ്ടുമില്ലാത്ത മൃഗങ്ങളെ സമർപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും ഒരുപാട് മതങ്ങളിൽ ഇപ്പം മുസ്ലിംസ് ഹജ്ജിന് പോകുമ്പോൾ അവസാനം ചെയ്യേണ്ട എന്താണ്? ഒരു മൃഗബലി അർപ്പിക്കുകയാണ്. അവർ പറയും അബ്രഹാമിന്റെ ബലിയുടെ ഓർമ്മയാണ്. എന്തിനാണ് അബ്രഹാം അങ്ങനെ മൃഗബലി അർപ്പിച്ചത്? അപ്പോ മൃഗബലികൾ എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുന്നു ഇസ്ലാമില്. ഹിന്ദുമതത്തിലും പലയിടത്തും ഇപ്പോഴും മൃഗബലികളുണ്ട്. നമുക്ക് വിവിധ ഈ ഹിന്ദുമതത്തിൽ തന്നെ പല പല ബ്രാഞ്ചസ് ഉണ്ട്, ശാഖകളുണ്ട്. പല ശാഖകളിലും ഇപ്പോഴും മൃഗബലികളുണ്ട്. മൃഗബലികൾ ഇല്ലാത്തിടത്തും കുരുതിപൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചുവന്ന കളറുള്ള, അതായത് രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഗതികളുള്ള ആരാധനകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പ്രശ്നം മനുഷ്യന് പകരം കൊടുക്കുന്നത് മൃഗത്തെയോ അല്ലെങ്കിൽ അതുപോലെ സംഗതികളാണ്. ബുദ്ധിയും ആത്മാവുമുള്ള മനുഷ്യന് പകരമായിട്ട് മൃഗത്തെ കൊടുത്താൽ മതിയോ? അത് ആരാധനയാകോ? ആരാധനയാകില്ല. അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ശരീരമാണ്, അല്ലാതെ മൃഗങ്ങളുടെ ശരീരമല്ല. അല്ലെങ്കിൽ ഈ കുരുതിപൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കള് അതല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ ശരീരങ്ങൾ തന്നെയാണ്. ബലിയെയും ആരാധനയെയും കുറിച്ച് തീർത്തും അസ്തിത്വാത്മകമായ പുതിയൊരാശയമാണ് പൗലോസ് പറയണേ. ബലിയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും. ബുദ്ധിയും ആത്മാവും ഇല്ലാത്ത മൃഗങ്ങളെയാണ് പഴയ നിയമത്തിൽ യാഗമായി അർപ്പിച്ചിരുന്നത്. അവയുടെ സ്ഥാനത്ത് ബുദ്ധിയുള്ള ആരാധനയായി സ്വന്തം ശരീരം, സ്വന്തം സ്വത്വം സമർപ്പിക്കണമെന്ന് പൗലോസ് പറയുകയാണ് നമ്മളോട്, മനുഷ്യരോട്. ആത്മീയ ആരാധന നമ്മൾ തർജ്ജമ ചെയ്യാറുണ്ട് ഇതിനെ. കാരണം ദേഹം, ദേഹി, ആത്മാവ് എന്നിവയുടെ നിഗൂഢതയുള്ള മനുഷ്യന് അനുയോജ്യമായ ബുദ്ധി കൊണ്ടും വചനം കൊണ്ടും നയിക്കപ്പെടുന്ന ആരാധനയാണിത്. അപ്പൊ ബുദ്ധിയുള്ള ആരാധന എന്നതിന് പകരം ആത്മീയ ആരാധന എന്ന് തർജ്ജമ ചെയ്യും. അതിന് അർത്ഥം ഇതാണ്: മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് നിഗൂഢതയുള്ള ഒരൊറ്റ ഉണ്മയാണ്, ഒരൊറ്റ ആളത്വമാണ് മനുഷ്യൻ. അതിനാൽ മനുഷ്യന് അനുയോജ്യമായത് ബുദ്ധിയും ബുദ്ധി പ്രകാശിപ്പിക്കുന്ന വചനവും. ബുദ്ധി ഇല്ലേ, ലോഗോസ്, ദിയലോഗോസ്, സംഭാഷണം. ബുദ്ധിയുള്ള ജീവിക്ക് സംഭാഷണമുള്ളൂ. ബുദ്ധി, സംഭാഷണം. ലോഗോസ്, ദിയലോഗോസ്, ഡയലോഗ്. അപ്പോ ഇത് രണ്ടും, ബുദ്ധിയും സംഭാഷണം അല്ലെങ്കിൽ വചനം, സംഭാഷണം, വചനം, ആ സംഭാഷണം അല്ലെങ്കിൽ വചനവും ബുദ്ധിയും ചേർന്ന ഒരു ആരാധന കൊടുക്കണം. അല്ലാതെ ഇത് രണ്ടുമില്ലാത്ത ഒരു മൃഗത്തെ സമർപ്പിച്ചിട്ട് കാര്യമില്ല. ഒരാളുടെ അസ്തിത്വം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുക, അതാണ് മനുഷ്യ യുക്തിക്ക് നിരക്കുന്ന ശരിക്കുള്ള ആരാധന. ഒരാളുടെ അസ്തിത്വം, എന്റെ അസ്തിത്വം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുക. ക്രിസ്തീയ സമുദായം ഒരേ വചനം, ഒരേ വിശ്വാസം, ഒരേ കൂതാശകൾ, ഒരേ അധികാരഘടന എന്നിവയാൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ സമുദായം തന്നെ പരിശുദ്ധിയുടെ പിന്നാലെ പോകുന്നവരുടെ കൂട്ടായ്മയായി മാറുകയും അവരുടെ ശരീരം തന്നെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി അർപ്പിക്കുകയും ചെയ്യുക. ഇതിനെയാണ് ബുദ്ധിയുള്ള ആരാധന എന്നതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാതെ, ക്രിസ്തീയ സമുദായം ഒരേ വചനം, ഒരേ തിരുവചനം, ബൈബിൾ വചനം, ഒരേ വിശ്വാസം, ഒരേ കൂതാശകൾ, ഒരേ അധികാരഘടന എന്നിവയാൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരേ തിരുവചനത്തിൽ തെറ്റിപ്പോയവരുണ്ട്. 7 പുസ്തകങ്ങള് 1827 അവര് റിമൂവ് ചെയ്തു, നീക്കം ചെയ്തു ബൈബിളിൽ നിന്ന്. പ്രൊട്ടസ്റ്റന്റുകാര്, പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, അകത്തോലിക്കരായിട്ടുള്ള പലരും അവര് ഈ ഒരേ വചനത്തിൽ നിന്ന് 7 ഗ്രന്ഥങ്ങൾ അവര് റിമൂവ് ചെയ്തു. 1827 വരെ അവർ ഉപയോഗിച്ചിരുന്നു ഒരേ വചനം. പിന്നെ അവര് അത് കത്തോലിക്ക സഭയെ എതിർക്കാൻ വേണ്ടി അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ അവർ വീണ്ടും അത് കൂട്ടിച്ചേർക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സംഭവിക്കട്ടെ. അപ്പോ ഒരേ വചനം, ഒരേ വിശ്വാസം, ഒരേ കൂതാശകൾ, ഒരേ അധികാരഘടന, ഇതാണ് ക്രിസ്തീയ സമുദായത്തെ കൂട്ടിക്കെട്ടുന്ന ഘടകങ്ങൾ. ഇങ്ങനെയാണ് ഐക്യത ഉണ്ടാകുന്നത്. ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിനോട് ചേർന്ന്
നന്മ ചെയ്ത് തിന്മയെ കീഴടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ സമുദായം തന്നെ പരിശുദ്ധരുടെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ശരീരം തന്നെ, ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും ശരീരം തന്നെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി അർപ്പിക്കാൻ കഴിയും. ഇതാണ് പൗലോസ് ലീഗ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. അത് വളരെ മനോഹരമായ ഒരു ഗംഭീരമായ അസ്തിത്വാത്മകമായ നവീനമായ ഒരു ആശയമാണ്. ഇതിൽ മറ്റൊരു വചനമാണ് ശരീരങ്ങളെ ബലിയായി. ശരിയായ ആരാധന അഥവാ യാഗം, ശരിയായ ആരാധന എന്ന് പറയുന്നത് യാഗമാണ്, ബലിയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ശരിയായ ആരാധന അത് ബലി മാത്രമാണ്, അഥവാ യാഗം മാത്രമാണ്. ബുദ്ധിയുള്ള ആരാധനയായി മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കുന്ന എന്താണ്? വിശ്വാസിയുടെ ശരീരം തന്നെ. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. ദൈവത്തിന് സമർപ്പിക്കേണ്ട ആരാധന എന്താണ്? ശരീരത്തെ യാഗമായിട്ട്, ശരീരത്തെ ബലിയായി സമർപ്പിക്കുക. എങ്ങനെ സമർപ്പിക്കണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. അപ്പോൾ കാണിക്ക വഞ്ചിയിലല്ല ക്രിസ്ത്യാനി തന്നെ സമർപ്പിക്കുന്നത്, യാഗപീഠത്തിലാണ്, ബലിപീഠത്തിലാണ്. ക്രിസ്ത്യാനി നേർച്ചയിടുന്നത് തന്നെ ബലിപീഠത്തിലാണ്, ഈ നേർച്ചപ്പെട്ടിയിലല്ല. തീർച്ചയായിട്ടും നേർച്ചപ്പെട്ടിയിലും ഇടണം, അതൊരു ത്യാഗമാണ്, അതൊരു ബലിയാണ്. എങ്കിലും അത് പോരാ, തന്നെ യാഗപീഠത്തിൽ സമർപ്പിക്കുക, ബലിപീഠത്തിൽ സമർപ്പിക്കുക. പഴയ നിയമത്തിലെ മൃഗബലികളാണ് പശ്ചാത്തലത്തിലുള്ളത്. എന്നാൽ ചത്ത മൃഗങ്ങളല്ല, അറക്കപ്പെട്ട മൃഗങ്ങളല്ല, ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള സ്വന്തം ശരീരങ്ങളെയാണ് ക്രിസ്ത്യാനി യാഗമായി കൊടുക്കുന്നത്. ചത്ത മൃഗങ്ങളെയല്ല, അറക്കപ്പെട്ട മൃഗങ്ങളെയല്ല, ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള സ്വന്തം ശരീരങ്ങളെയാണ് യാഗമായിട്ട് ക്രിസ്ത്യാനി കർത്താവിന് കൊടുക്കുന്നത്. കർത്താവ് അപ്പം എന്ത് ചെയ്യും? ക്രിസ്തു എന്ത് ചെയ്യും? ആ ശരീരങ്ങളെടുത്ത് തന്റെ ശരീരത്തോട് താതാത്മ്യപ്പെടുത്തും, എന്നിട്ട് ദൈവപിതാവിന് സമർപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് അവയിലേക്ക് ഇറങ്ങി വരും, അവ ക്രിസ്തുവിന്റെ ശരീരമായി മാറും. നോക്കുക, നമ്മൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ശരീരം നമ്മൾ ക്രിസ്തുവിന്റെ കൈകളിൽ കൊടുക്കും, നമ്മുടെ ശരീരം. ആ ശരീരം കർത്താവ് തന്റെ ശരീരത്തിൽ ചേർത്ത് പിതാവിന് സമർപ്പിക്കും. അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ ആ വസ്തുക്കളിലേക്ക്, പൊക്കിപ്പിടിച്ചിരുന്ന വസ്തുക്കളിലേക്ക് അയക്കും. അപ്പോൾ അത് തന്നെ ക്രിസ്തുവിന്റെ ശരീരമായി മാറും. കൂട്ടത്തിൽ നമ്മുടെ ശരീരവും ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി മാറും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തുമാത്രം ആഴമേറെ ദൈവശാസ്ത്രമാണ് പൗലോസ് പറഞ്ഞു വെക്കുന്നത്. തന്റെ ശരീരമായി മാറിയ, തന്റേതായി മാറിയ ശരീരം ക്രിസ്തു വിശ്വാസിക്ക് നൽകുകയാണ് ദിവ്യകാരുണ്യത്തിലൂടെ. അത് കൈക്കൊള്ളുന്ന ക്രിസ്ത്യാനി ക്രിസ്തുവുമായിട്ട് ഒരു ശരീരമായി മാറുന്നു. ക്രിസ്തുവുമായി ഒന്നാക്കുന്ന ഈ കൗദാശിക യാഥാർത്ഥ്യം അനുദിനമുള്ള ജീവിതത്തിൽ ക്രിസ്ത്യാനിക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം ക്രിസ്തുവുമായി ഒന്നായ ആൾ ആ അന്തസ്സിന് ചേർന്ന വിധം ജീവിക്കണമല്ലോ. ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ആളായിട്ട് ജീവിക്കണം. ആ ശരീരം, അങ്ങനെ ജീവിച്ചാളുടെ ശരീരമാണ് ബലിപീഠത്തിൽ കൊടുക്കുന്നത്. അതാണ് ക്രിസ്തു എടുത്ത് പിതാവിന് തന്റെ ശരീരത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് വരുന്നത് അതിലേക്കാണ്. അപ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയും ആ ശരീരം ക്രിസ്തു നമുക്ക് തരികയും നമ്മൾ അവന്റെ ശരീരമായിട്ട് ഒന്നാവുകയും ചെയ്യുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് നമുക്ക് കത്തോലിക്കർക്ക് ശരിക്കും പറയാൻ പറ്റും. കാരണം മറ്റുള്ളവർ ആരും ക്രിസ്തുവായിട്ട് ഇതുപോലെ ഒന്നാകുന്നില്ല. വിശ്വാസത്തിൽ ഒന്നാകുന്നവർ വിചാരിക്കുന്നു, അതൊരു സങ്കല്പം മാത്രമായി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ക്രിസ്തുവായിട്ട് ഒന്നാക്കുന്ന ഈ കൗദാശിക യാഥാർത്ഥ്യം ക്രിസ്ത്യാനിൽ നിന്ന് വലിയ വെല്ലുവിളിയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ക്രിസ്തുവുമായി ഒന്നായ ആള്, ആ ശരീരം ആ അന്തസ്സിന് ചേർന്ന വിധത്തിൽ ജീവിക്കണം. ശരീരങ്ങളെ യാഗമായി നിവേദിക്കുക എന്നതിന് ജഡിക താല്പര്യങ്ങൾ ഹനിക്കുക, ഇല്ലേ, നശിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. റോമാലേഖനം 8:13. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നീതിയുടെ ഉപകരണങ്ങളായി മാറണം എന്ന് പറയുന്നുണ്ട് പൗലോസ്. 6:13 റോമാലേഖനം.
അപ്പോൾ ആത്മസംയമനം, ആത്മനിയന്ത്രണം, മിതത്വം, ചാരിത്രം, പാതിവ്രത്യം, ശുദ്ധത എന്നിവയെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി ശരീരം, ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള ശരീരം യാഗമായി സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പൊ ആത്മസംയമനം വേണം, ആത്മനിയന്ത്രണം വേണം, മിതത്വം വേണം, ചാരിത്രം വേണം, പാതിവ്രത്യം വേണം, ശുദ്ധത വേണം. അതായത് നമ്മുടെ ശരീരങ്ങളെ യാഗമായി നിവേദിക്കുമ്പോൾ നമുക്ക് പിന്നെ ജഡിക താല്പര്യങ്ങൾ ഇല്ല എന്ന് വരും. കാരണം അത് ബലിയായി കൊടുത്തു, ശരീരം ബലിയായി കൊടുത്തു. അപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ നീതിയുടെ ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. ജഡമായ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ജനിക്കാൻ തയ്യാറായാൽ ജഡം തന്നെയും ഉത്ഥാനം ചെയ്ത് ആത്മാവായി തീരും. ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളാണ്. ജഡമായ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ജനിക്കാൻ തയ്യാറായാൽ ജഡം തന്നെയും ഉത്ഥാനം ചെയ്ത് ആത്മാവായി തീരും. ഈ സാധ്യതയാണ് പരിപൂർണതയുള്ള മനുഷ്യനായി യേശുവിന്റെ ശരീരത്തോടു കൂടെയുള്ള ഉത്ഥാനം വെളിപ്പെടുത്തിയത്. മാമോദിസ സ്വീകരിച്ച വിശ്വാസിയുടെ ശരീരമാണ് ദേവാലയമെന്നും ആ ശരീരത്തെ വചനമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിന് ചേർന്ന പരമമായ ആരാധനയെന്നും പൗലോസ് വ്യക്തമാക്കുകയാണ്. തിന്മയായത് കാണുന്നതിൽ നിന്ന് കണ്ണുകളെ വിലക്കുമ്പോൾ അതൊരു ബലിയാണ്. അഴുക്കായ സംഗതികളെക്കുറിച്ച് സംസാരിക്കാതെ നാവിനെ നിയന്ത്രിക്കുന്നത് ഒരു യാഗമാണ്. നിയമവിരുദ്ധമായ സംഗതികൾ ചെയ്യാൻ കൈകൾ അനുവദിക്കാതിരിക്കുന്നതും ഒരു ബലി തന്നെ. വിപരീത ദിശയിൽ ധർമ്മം കൊടുക്കാൻ കൈകൾ, ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കാൻ നാവ്, വേദവചനം വായിച്ച് കേൾക്കാൻ കാതുകൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതും ബലിയുടെ ഭാഗം തന്നെ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഹോമിലീസ് ഓൺ റോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 20. തിന്മയായത് കാണുന്നതിൽ നിന്ന് കണ്ണുകളെ വിലക്കുമ്പോൾ അതൊരു ബലിയാണ്. അഴുക്കായ സംഗതികളെക്കുറിച്ച് സംസാരിക്കാതെ നാവിനെ നിയന്ത്രിക്കുന്നത് ഒരു യാഗമാണ്. നിയമവിരുദ്ധമായ സംഗതികൾ ചെയ്യാൻ കൈകൾ അനുവദിക്കാതിരിക്കുന്നത് ഒരു ബലി തന്നെ. വിപരീത ദിശയിൽ ധർമ്മം കൊടുക്കാൻ കൈകളും ശപിക്കുന്നതിന് പകരം അനുകരിക്കാൻ നാവും, വേദവചനം വായിച്ചു കേൾക്കാൻ കാതുകൾ ഉപയോഗിക്കുന്നതും ബലി തന്നെ. ഇങ്ങനെ നമ്മുടെ ശരീരങ്ങളെ ബലിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വേണം ദിവ്യബലി എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പോകാൻ. ഇനി അടുത്തൊരു വാക്കതാണ്, നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. സജീവ ബലി ഗ്രീക്കില് സൂസിയാൻ സ്വസാൻ എന്നാണ്. സൂസിയാൻ സ്വസാൻ, ജീവനുള്ള ബലി, ജീവിക്കുന്ന ബലി, ജീവനുള്ള യാഗം എന്നെല്ലാം തർജ്ജമ ചെയ്യുന്നു. സാഓ എന്ന വാക്കിൽ നിന്ന് സ്വസാൻ ഉത്ഭവിക്കുന്നു. ജീവിക്കുക, ജീവനുള്ളതായിരിക്കുക, സജീവമായിരിക്കുക എന്നെല്ലാം അർത്ഥം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നടപടിഗ്രന്ഥം 17:28. അറുക്കുക, ബലിമൃഗത്തെ കൊല്ലുക എന്നെല്ലാം അർത്ഥമുള്ള ട്യൂഓ എന്ന വാക്കിന്റെ നാമരൂപമാണ് ട്യൂസിയ. ബലിമൃഗത്തെ അറുത്ത് യാഗപീഠത്തിൽ വെച്ച് കത്തിച്ചു കളയുന്ന ഹോമയാഗത്തിനും ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്, ട്യൂസിയാൻ. പഴയ നിയമത്തിലെയും മറ്റു മതങ്ങളിലെയും ബലികളിൽ മൃഗങ്ങൾ കൊല്ലപ്പെടുകയാണ്. അവയ്ക്ക് മനുഷ്യരെ വിശുദ്ധമാക്കാനുള്ള കെൽപ്പില്ല. പുതിയ നിയമത്തിൽ ദൈവവും മനുഷ്യനും പാപരഹിതനുമായ യേശു സ്വന്തം ശരീരം യാഗമായി അർപ്പിക്കുകയും മരിച്ച് കബറടക്കപ്പെട്ടതിന് ശേഷം ഉയർത്തുകയും ചെയ്തതുകൊണ്ട് പുതിയ ജനശീല ജീവനിലേക്ക് പ്രവേശിച്ചു. അതിനാൽ പുതിയ നിയമത്തിലെ ബലിയിൽ ബലിവസ്തു പുതിയ തരത്തിൽ ജീവിക്കുകയാണ്. ബലിവസ്തു യേശുവിന്റെ ശരീരം തന്നെയാ. അത് ഉത്ഥാനം ചെയ്തു, മരിച്ചു ഉത്ഥാനം ചെയ്തു. അപ്പോൾ ബലിവസ്തു ജീവിക്കുകയാണ്, സജീവമാണ്. ബലിയായി അർപ്പിക്കപ്പെട്ടത് ഇപ്പോഴും സജീവമാണ്. അതിനാൽ പുതിയ നിയമത്തിലെ ബലിയിൽ ബലിവസ്തു പുതിയ തരത്തിൽ ജീവിക്കുകയാണ്. ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ട ആ സജീവ ബലിയിലേക്ക്, ക്രിസ്തുവിന്റെ ബലിയിലേക്ക് ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ എടുത്തു വെക്കണമെന്നാണ് പൗലോസ് പറയണേ. ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ട യേശുവിന്റെ സജീവ ബലിയിലേക്ക്, തന്റെ ശരീരം തന്നെ യാഗമായി അർപ്പിച്ചതിലേക്ക്, ആ കുരിശിലെ യാഗത്തിലേക്ക് ക്രിസ്ത്യാനികൾ തങ്ങളുടെ ശരീരത്തെ എടുത്തു വെക്കണം. നാം നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ ക്രിസ്തു അതെടുത്ത് തന്റെ ഉത്തിത ശരീരമായി പുതിയ തരത്തിലുള്ള ജീവരൂപമായി ഒന്നാക്കുകയാണ്. പഴയ നിയമത്തിലെ മൃഗബലികളിൽ മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിലെ യാഗത്തിൽ മരണവും ഉയർപ്പുമുണ്ട്. അതിനാൽ ഇതൊരു സജീവ ബലിയാണ്. യേശുവിന്റെ മരണത്തോടും ഉയർപ്പിനോടും ഒപ്പം നമ്മുടെ ശരീരവും മരിച്ച് ഉയർക്കുകയാണ്. ഇത് ഇന്ന് ഇവിടെ കൗദാശികമായി സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്.
ഈ ഒരു ആസ്പെക്ട്, ഈ അവസാനം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇത് വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവര് ഈ കർത്താവിന്റെ മരണം നമ്മൾ ആവർത്തിക്കുകയാണ് പറയണേ. കർത്താവിന്റെ മരണം നമ്മൾ ആവർത്തിക്കുകയല്ല, മറിച്ച് സജീവ ബലി എന്ന് പറഞ്ഞത് പൗലോസ്. ജീവിക്കുന്ന ബലി, അതായത് അറുക്കപ്പെടുക, കൊല്ലപ്പെടുക എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന തൂസിയാൻ. പക്ഷേ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, അത് ഇപ്പോ പഴയ നിയമത്തിൽ ഇത് അറുക്കപ്പെട്ടത് കൊല്ലപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, അറക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ട് ഉയർത്തു, സജീവമായി. അതിനാൽ സോസാൻ ജീവിക്കുന്ന ബലിയാണ്. പഴയ നിയമത്തില് അറക്കപ്പെട്ട കൊല്ലപ്പെട്ട ബലിയാണ്. പുതിയ നിയമത്തില് അറുക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ ബലിവസ്തു, ആ കുഞ്ഞാട് മരിച്ച് ഉത്ഥാനം ചെയ്തു, ജീവിക്കുകയാണ്. പുതിയ നിയമത്തിലെ ബലിവസ്തു ജീവിക്കുകയാണ്. മരിച്ചു, കൊല്ലപ്പെട്ടു, അറക്കപ്പെട്ടു, കുരിശില് കൊല്ലപ്പെട്ടു, പക്ഷേ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, അതേ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു. അതിനാൽ അറുക്കപ്പെട്ട ബലി എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതിന് പകരം പുതിയ നിയമത്തിൽ പറയുന്നത് സജീവ ബലി എന്നാണ്. അറുക്കപ്പെട്ടെങ്കിലും ഉയർപ്പിക്കപ്പെട്ട ബലി എന്നാണ് അർത്ഥം. അറുക്കപ്പെട്ടെങ്കിലും ഉയർപ്പിക്കപ്പെട്ട ബലി, കൊല്ലപ്പെട്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, വെളിപാട് പുസ്തകത്തിലെ ആ ബലിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നാം നമ്മുടെ ശരീരത്തെ തന്നെ കുർബാനയില് കർത്താവിന് സമർപ്പിക്കുമ്പോൾ കർത്താവിന് ഉത്തിത ശരീരമായിട്ട് ഒന്നാക്കുകയാണ്. കുരിശിലെ മരണവുമായിട്ട് മാത്രമല്ല, തന്റെ ഉത്തിത ശരീരവുമായിട്ട് ഒന്നാക്കുകയാണ്. അങ്ങനെ ഉത്തിത ശരീരമായി ഒന്നാക്കുമ്പോൾ പുതിയ തരത്തിലുള്ള ജീവരൂപമായി, കർത്താവിന് ഉത്തിത ശരീരം ഒന്നാക്കുമ്പോൾ പുതിയ തരത്തിലുള്ള ജീവരൂപം, പുതിയ ജനിച്ചിലുള്ള ജീവൻ, അതുമായി ഒന്നാക്കപ്പെടുകയാണ്. അതിനാൽ പഴയ നിയമത്തിലെ മൃഗബലികളിൽ മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിലെ യാഗത്തിൽ മരണവും ഉയർപ്പുമുണ്ട്. ഉയർപ്പ്. അതിനാൽ ഇത് ജീവിക്കുന്ന ബലിയാണ്, സജീവ ബലിയാണ്. യേശുവിന്റെ മരണത്തോടും ഉയർപ്പിനോടും ഒപ്പം നമ്മുടെ ശരീരവും മരിച്ച് ഉയർക്കുകയാണ്. മരിച്ചിട്ട് പോയവനല്ല ക്രിസ്തു, മരിച്ച് മൺമറഞ്ഞവനല്ല ക്രിസ്തു. അവൻ ജീവിക്കുന്നു. ജീവിക്കുന്ന ബലിയായി അർപ്പിക്കാൻ അവന്റെ ശരീരത്തിൽ അവൻ ആ പഞ്ചക്ഷതങ്ങൾ സൂക്ഷിച്ചു. അത് അന്നത്തെ ബലി ലോകാവസാനം വരെ തുടരാൻ, അന്ന് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് യേശു തന്റെ ഉത്തിത ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ നിലനിർത്തിയത്. ബലിയുടെ അടയാളമാണ് ഈ തിരുമുറിവുകൾ. ആ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ് ക്രിസ്തു എപ്പോഴും പ്രത്യക്ഷപ്പെട്ടത്. അതായത് അന്നത്തെ ബലി ഒരിക്കൽ എന്നേക്കുമായുള്ള ബലി ഒരിക്കൽ മാത്രമായി നിർത്തി പോകാൻ പാടില്ല. അത് ലോകാവസാനം വരെ തുടരണം, ആവർത്തിക്കല്ല, തുടരണം. അതിനു വേണ്ടിയിട്ടാണ് പഞ്ചക്ഷതങ്ങൾ ബലിയായി അർപ്പിക്കപ്പെട്ടതിന്റെ ആ സ്മരണ ശരീരത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ആ ശരീരത്തിലേക്കാണ് നമ്മുടെ ശരീരത്തെ ഉൾച്ചേർക്കുന്നത് മാമോദീസായില്. ആ ശരീരത്തിലേക്ക്, ഈ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉൾച്ചേർക്കപ്പെട്ട നമ്മുടെ ശരീരത്തെ നാം ബലിപീഠത്തിൽ എടുത്തു വെക്കുകയാണ്. യേശു അപ്പോൾ അത് എടുത്തിട്ട് കർത്താവ് തന്റെ ഉത്തിത ശരീരവുമായി ഒന്നാക്കും, പുതിയ ജീവരൂപമായിട്ട് ഒന്നാക്കും. അപ്പോൾ ജീവിക്കുന്ന ബലിയാണത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിച്ച ബലി ഇന്ന് സജീവമായി നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് പൗലോസ്. സജീവമായി ഇന്ന് നിലനിൽക്കുന്നു. അതിനാൽ തന്നെ സജീവ ബലിയായിട്ടാണ് നമ്മൾ അർപ്പിക്കുന്നത്. മരിച്ച ബലിയായിട്ടല്ല, അറക്കപ്പെട്ട ബലിയായിട്ടല്ല, ജീവിക്കുന്ന ബലിയായിട്ടാണ് അർപ്പിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കുന്നതിലാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. സജീവ ബലി എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും അറക്കപ്പെട്ട ബലി എന്ന് വിചാരിച്ചിരിക്കണേ, കൊല്ലപ്പെട്ട ബലി എന്ന് വിചാരിച്ചിരിക്കണേ. അതുകൊണ്ടാണ് അന്നത്തെ കൊല്ലപ്പെട്ട ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയണേ. അതായത് തത്വത്തിൽ അവര് ഉത്ഥാനം തന്നെ നിഷേധിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. യേശു ഉത്ഥാനം ചെയ്ത കാര്യം നിഷേധിക്കുന്നത് കൊണ്ടാണ് അവർക്കിത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. ഇനി അതിലത്തെ ഒരു വാക്കുകൂടി നമുക്ക് നോക്കാം. സമർപ്പിക്കുവിൻ, നിങ്ങളെ സജീവ ബലിയായി സമർപ്പിക്കുവിൻ എന്നാണ് പറയണേ. എന്താണ് ഈ സമർപ്പിക്കുവിൻ എന്ന വാക്കിനർത്ഥം? പരിസ്തേമി എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. പരിസ്തേമി, ഒരാളുടെ മുമ്പിൽ ഹാജരാക്കുക, കാണിക്കുക, സമർപ്പിക്കുക, വഴങ്ങുക, ആത്മാർപ്പണം ചെയ്യുക, കാഴ്ചവെക്കുക, നിവേദിക്കുക എന്നെല്ലാം ഇതിന് അർത്ഥമുണ്ട്. ക്രിസ്ത്യാനി തന്റെ ശരീരം ദൈവത്തിന്റെ അധീനതയിൽ വെക്കുന്നു എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രത്യുത യാഗമായി ബലിയായി കാഴ്ചവെക്കുന്നതാണ്. അതായത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഹാജരാക്കുക മാത്രമല്ല ചെയ്യുന്നത്,
പള്ളിയിൽ പോയി കർത്താവ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഹാജർ പറയാ ഇല്ലേ? കർത്താവ് പേര് വിളിച്ചു, ജോസെ പ്രസന്റ് സാർ എന്ന് ക്ലാസ് റൂമിൽ പറയുന്ന പോലെ ഞാൻ ഹാജരുണ്ട് എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. പള്ളിയിൽ വന്ന് ഹാജർ പറയല്ല, മറിച്ച് ബലിപീഠത്തിൽ നമ്മെ തന്നെ എടുത്തു വെക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അതായത് നമ്മൾ തന്നെ നിവേദിക്കുകയാണ്, കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അത് യാഗമായിട്ടും ബലിയായിട്ടും കാഴ്ചവെക്കുകയാണ്. മറ്റ് മതസ്ഥര് മൃഗങ്ങളെ ദൈവത്തിനു മുമ്പിൽ ഹാജരാക്കുകയായിരുന്നു. ക്രിസ്ത്യാനി ദൈവത്തിനു മുമ്പിൽ നിക്ഷേപിക്കുന്നതും ബലിയാകാനെ കാഴ്ചവെക്കുന്നതും സ്വന്തം ആളത്വമാണ്, സ്വന്തം ശരീരമാണ്. അത് മൃതമായ ആളത്വമല്ല, ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ആളത്വം. മൃഗബലികൾ അറക്കപ്പെട്ട മൃഗത്തെയാണല്ലോ സമർപ്പിക്കുന്നത്, അത് ജീവനുള്ളതല്ല. നമ്മൾ ജീവനോടുകൂടിയാണ് സമർപ്പിക്കുന്നത്, ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ളത്. വിശ്വാസയുടെ ആളത്വം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുക എന്ന പ്രക്രിയയിൽ ശരീരത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് പൗലോസ്. എന്ന് വെച്ചാൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ രക്ഷ എന്ന പദ്ധതിയില്, ദൈവിക പദ്ധതിയില് ദൈവത്തിന്റെ റോൾ എന്താണ്? നമ്മുടെ റോൾ എന്താണ്? തീർച്ചയായിട്ടും രക്ഷ എന്നത് ദൈവം നൽകുന്ന ദാനമാണ്, സൗജന്യ ദാനം, തീർത്തും. എന്നാൽ സൗജന്യ ദാനമാണെന്ന് കരുതി മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല, അതിനെ ന്യൂനീകരിക്കുന്നില്ല ഉത്തരവാദിത്വത്തെ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാത്തവർക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സൗജന്യ ദാനമാണ്, പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലാണ്ടാകുമോ? വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം ഞാൻ പറയാം. വളരെ വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് സൗജന്യ ദാനമായി കൊടുത്തു അവളുടെ ജന്മദിനത്തില്. ഒരു വളരെ വില കൂടിയ രത്നമോ ഡയമണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് സൗജന്യ ദാനമായി അവളുടെ ജന്മദിനത്തിൽ കൊടുത്തു. ഇത് സൗജന്യമായി കിട്ടിയെന്ന് കരുതിയിട്ട് ആ ഭാര്യ അതിനെ വില കെട്ടതായിട്ട് കരുതുവോ? ഭർത്താവ് തന്നതുകൊണ്ടും സ്നേഹത്തോടെ നൽകിയത് കൊണ്ടും അതിന്റെ ഈ ഭൗതികമായ മൂല്യത്തിന് അപ്പുറത്തൊരു മൂല്യമുണ്ടല്ലോ, സ്നേഹത്തിന്റെ മൂല്യം. എത്രയോ അമൂല്യമായിട്ട് അവളത് കരുതും, എത്രയോ ഉത്തരവാദിത്വത്തോടെ അത് സൂക്ഷിക്കും, എത്രയോ ഉത്തരവാദിത്വത്തെ അത് അണിയും. രണ്ട് വിലയുണ്ട് അതിന്. ഒന്ന് അതിന്റെ ഭൗതികമായ വില, മറ്റൊന്ന് സ്നേഹമുള്ള ഭർത്താവ് ഒരു സവിശേഷ സന്ദർഭത്തിൽ നൽകിയത് കൊണ്ട് ഈ ഭൗതിക വിലയെ 10 മടങ്ങ് അതിശയിക്കുന്ന മറ്റൊരു വില വന്നിട്ടുണ്ട്, മറ്റൊരു മൂല്യം വന്നിട്ടുണ്ട്, സ്നേഹം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പൊ കർത്താവ് സൗജന്യമായി നമുക്ക് നൽകുന്ന ദാനം രക്ഷ തീർച്ചയായിട്ടും സൗജന്യ ദാനമാണ്. പക്ഷെ അത് നൽകുന്നത് ദൈവമാണ്, രക്ഷയാണ് നൽകുന്നത്. സൗജന്യമായി നമുക്ക് കിട്ടുന്നെങ്കിലും അത് സൂക്ഷിക്കാനും അതിൽ ജീവിക്കാനും നമുക്കുള്ള ഉത്തരവാദിത്വം വളരെ ഏറുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ചെയ്യുകയല്ല ഈ സൗജന്യമായി നൽകപ്പെടുന്ന രക്ഷ, മറിച്ച് കർത്താവിനോടുള്ള നമ്മുടെ കൂറും കർത്താവിനോട് നമ്മുടെ സ്നേഹവും. ഈ ഭർത്താവ് സ്നേഹത്തോടെ നൽകുമ്പോൾ ഭാര്യയ്ക്ക് എന്തുമാത്രം ഒരു കടപ്പാടുണ്ടാകും ഭർത്താവിനോട്. അത് ചോദിച്ചു വാങ്ങുന്നല്ല, സ്നേഹത്തിൽ ഉത്ഭവിക്കുന്നതാണ്. അത്തരമൊരു രീതിയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പൗലോസ് പറയണേ. ഈ രക്ഷ എന്നത് ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയണേ. രക്ഷ എന്നത് ലിറ്റർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ മുന്നാസ്വാദനമായ പുറപ്പാട് സംഭവത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ പുറപ്പാട് ക്രിസ്തു നൽകുന്ന രക്ഷയുടെ ഒരു മുന്നാസ്വാദനമായിരുന്നല്ലോ. മോശ ഈജിപ്തിലെ ഫറവയോട് പറഞ്ഞു, ഹെബ്രായരുടെ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്നാവശ്യപ്പെടാനാണ്. പുറപ്പാട് 7:16. നമുക്ക് ഒന്നുകൂടി വായിക്കാതെ. ഹെബ്രായരുടെ കർത്താവ് എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചത്, മോശ ഫറവയോട് പറയാ, മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് നിന്നോട് ആവശ്യപ്പെടാനാ. പുറപ്പാട് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിമോചനം മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല. സത്യാരാധനയ്ക്കായി ഒരു ജനത്തെ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സത്യാരാധനയ്ക്കായി ഒരു ജനത്തെ ഒരുക്കുക. അതെ, വിമോചനത്തിന്റെ ലക്ഷ്യം, രക്ഷയുടെ ലക്ഷ്യം ആരാധനയാണ്. ആ സത്യാരാധന, ആത്മാവിലുള്ള ആരാധന സംഭവിക്കുന്നത് സഭ എന്ന ആരാധന സമൂഹത്തിലാണ്. സഭയെ പലരും കണക്കാക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു സംഘടനയായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും ഇന്ന് ലോകത്തില്ല. ഐക്യരാഷ്ട്രസഭ പോലും കത്തോലിക്ക സഭയുടെ താഴെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ. എങ്കിലും കത്തോലിക്ക സഭ എന്ന് പറയുന്നതും ക്രിസ്തുധർമ്മം എന്ന് പറയുന്നതും ഒരു സാമൂഹിക സംഘടനയല്ല, ആരാധനാ സമൂഹമാണ്. അതിന് സാമൂഹിക പ്രവർത്തനം പോലും ദൈവാരാധനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഈ സമൂഹ പ്രവർത്തന ലക്ഷ്യം അവരെയെല്ലാം ദൈവാരാധനയിലേക്ക്, സത്യാരാധനയിലേക്ക്, ആത്മാവിലുള്ള ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്.
അപ്പൊ ഈ ആരാധന എന്നുള്ളതാണ് കേന്ദ്രം. രക്ഷ എന്നത് ആരാധനയ്ക്ക് വേണ്ടിയാ, വിമോചനം എന്നത് ആരാധനയ്ക്ക് വേണ്ടിയാ, വിടുതൽ എന്നത് ആരാധനയ്ക്ക് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ബുദ്ധിയുള്ള ആരാധന എന്ന വാക്കിനെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിഞ്ഞ് കാണാം. ആ ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ശരീരത്തെ ബുദ്ധിയുള്ള ആരാധനയായി അർപ്പിക്കുക, സജീവ ബലിയായി അർപ്പിക്കുക. അപ്പൊ ഈ ബുദ്ധിയുള്ള ആരാധന എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പൗലോസ് എന്ന് കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ കാണാം. എന്താണ് ബുദ്ധിയുള്ള ആരാധന? പൗലോസ് ഉപയോഗിച്ച ഗ്രീക്ക് പദസന്ധി ലോഗിക്കെ ലാത്രയ്യ എന്നാണ്. ലോഗിക്കെ ലാത്രയ്യ, യഥാർത്ഥ ആരാധന, റിയൽ വേർഷിപ്പ്. ആത്മീയ ആരാധന, സ്പിരിച്വൽ വേർഷിപ്പ്. ആത്മീയ ദിവ്യ ശുശ്രൂഷ, സ്പിരിച്വൽ സർവീസ്. ആത്മീയ ഉപാസന, സ്പിരിച്വൽ കൾട്ട് എന്നൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. എന്നാൽ ബുദ്ധി, യുക്തി, വചനം എന്നെല്ലാം അർത്ഥമുള്ള ലോഗോസ് എന്ന വാക്കിൽ നിന്നാണ് ലോഗിക്കെ ഉത്ഭവിക്കുന്നത്. അല്ലെ, ലോഗോസ് വെച്ചാൽ വചനം, ബുദ്ധി, യുക്തി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വചനത്തിനനുസൃതമായ ആരാധന, ലോഗിക്ക എന്ന് പറഞ്ഞാൽ വചനത്തിനനുസൃതമായ, വർഷിപ്പ് അക്കോർഡിംഗ് ടു ദ വേർഡ്, വചനത്തിനനുസൃതമായ ആരാധന. അല്ലെങ്കിൽ ഇന്റലിജന്റ് വർഷിപ്പ്, ബുദ്ധിക്ക് ചേർന്ന ആരാധന, ബുദ്ധിയുള്ള ആരാധന, ബുദ്ധിക്ക് ചേർന്ന ആരാധന. അല്ലെങ്കിൽ റാഷണൽ വർഷിപ്പ്, യുക്തിക്ക് നിരക്കുന്ന ആരാധന, യുക്തിയുള്ള ആരാധന. ഇതാണ് അതിന്റെ ആക്ഷരികാർത്ഥം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിശേഷ ബുദ്ധിയും ലോഗോസ്, സംസാര ശക്തിയും വചനവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബുദ്ധി ഇല്ലേ ലോഗോസ്, ദിയാ ലോഗോസ് വചനം ഇല്ലേ. ബുദ്ധിയുള്ള മൃഗത്തിനാണ് വചനം പ്രസംഗിക്കാൻ പറ്റുക, വചനം സംസാരിക്കാൻ പറ്റുക, വചനം ഉപയോഗിക്കാൻ പറ്റുക. അപ്പോ ലോഗോസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും അല്ലെങ്കിൽ യുക്തി, ലോഗോസ് തന്നെ ഉപയോഗിക്കാം വചനം. അപ്പോ രണ്ടർത്ഥമുണ്ട്. ഈ ലോഗോസ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, ബുദ്ധിയും വചനവും. ബുദ്ധി പ്രകാശിപ്പിക്കുന്ന വചനം, വചനം വചനത്തിലൂടെ പ്രകാശിപ്പിക്കുന്ന ബുദ്ധിയാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയും വചനവുമാണ്, സംസാരവുമാണ്. ദൈവം മനുഷ്യന്റെ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ ആരാധന ഈ ബുദ്ധിയും വചനവും ഉൾച്ചേരുന്നതാകണം. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് രണ്ടുമാണ്. അപ്പൊ മനുഷ്യൻ കൊടുക്കുന്ന ആരാധന മറ്റാരാധന പോലെ പറ്റില്ലല്ലോ. ബുദ്ധിയും വചനവും ചേരുന്ന ആരാധനയായിരിക്കണം. അതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരാളുടെ ജീവന്റെ സാകല്യത്തിൽ, അതായത് അസ്തിത്വം മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കുക എന്നാണ് ബുദ്ധിയും വചനവും സമർപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ബുദ്ധി സമർപ്പിച്ചു, ആ ബുദ്ധി പ്രകാശം വചനവും സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ ആളെ മുഴുവൻ സമർപ്പിച്ചെന്ന അർത്ഥം. ആളെ മുഴുവൻ, മനുഷ്യൻ എന്ന വ്യക്തിയെ മുഴുവൻ സമർപ്പിക്കുന്ന അർത്ഥം. വ്യക്തി മുഴുവൻ വചനം പോലെയാകുക, ബുദ്ധി മുഴുവൻ വചനം പോലെയാകുക, ആളുടെ സ്വത്വം മുഴുവൻ, ഉണ്മയുടെ സാകല്യം മുഴുവൻ ദൈവം പോലെയാകുക. അപ്പൊ വചനം എന്നതിന് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ വചനവും നമ്മുടെ ബുദ്ധിയും ദൈവത്തിന്റെ വചനവുമായിട്ട് ഒന്നാകുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പോലെയാകുന്നതാണ് ബുദ്ധിയുള്ള ആരാധന, അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന ആരാധന. നമ്മുടെ ആളത്വം മുഴുവൻ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംസാരവും നമ്മുടെ വചനവും എല്ലാം ദൈവത്തിന്റെ വചനം പോലെയായിട്ട് മാറുക, ദൈവത്തിന്റെ വചനം പോലെയായിട്ട് മാറുക. അതാണ് വചനത്തിനനുസൃതമായ ആരാധന. അപ്പൊ രണ്ട് ധ്വനികളുണ്ട് ആ വാക്കിന് ഇല്ലേ. വചനത്തിനനുസൃതമായ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവമായ വചനത്തിനനുസരണമായ ആരാധന. അതായത് നമ്മുടെ ബുദ്ധിയും വചനമൊക്കെ ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്ന ആരാധന, ഒന്നാകുന്ന ആരാധന. അതാണ് ശരിക്കും ബുദ്ധിയുള്ള ആരാധന എന്നാണ് ഒരർത്ഥം. ഞാൻ ഒന്നുകൂടി പറയാം. ആളുടെ സ്വത്വം മുഴുവൻ, ഉണ്മയുടെ സാകല്യം മുഴുവൻ ദൈവത്തെ പോലെയാകുന്നു. ഇതാണ് വചനാരാധന. ഈ ലോകിക്ക എന്ന വാക്കിനർത്ഥം. ലോകിക്ക് ലാത്രയ്യ എന്നാണ് പൗലോസ് ഉപയോഗിച്ചത്. ലാത്രയ്യ, ലാത്രയ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധന. ആക്ഷരികമായി പരമമായ ആരാധനയുടെ ദിവ്യ ശുശ്രൂഷ എന്നാണ് വേണ്ടത്. എ സർവീസ് ഓഫ് സുപ്രീം വർഷിപ്പ്, പരമമായ ആരാധനയുടെ ദിവ്യ ശുശ്രൂഷ. വ്യക്തിത്വം മുഴുവൻ ദൈവവചനം പോലെയായി മാറുന്നതാണ് പരമമായ ആരാധന. നമ്മുടെ വ്യക്തിത്വം മുഴുവൻ, ആളത്വം മുഴുവൻ ദൈവവചനം പോലെ ആയി തീരുന്നതാണ് പരമമായ ആരാധന. അതായത് ആരാധന എന്ന ആ പ്രക്രിയയില് ശരീരത്തെ ഇങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞിരിക്കുക.
നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയെ സമർപ്പിക്കുവിൻ. നമ്മുടെ ഭൗതിക അസ്തിത്വമാണ് ശരീരത്തിൽ അസ്തിത്വമാണ് വചനത്താൽ തുളച്ചു കയറേണ്ടത്. നമ്മുടെ ശരീരത്തിൽ അസ്തിത്വമാണ് ദൈവവചനത്താൽ തുളച്ചു കയറേണ്ടത്. നമ്മുടെ ശരീരം തന്നെയാണ് ദൈവത്തിലുള്ള തിരുമുൽ കാഴ്ചയായി രൂപാന്തരപ്പെടേണ്ടത്. നമ്മുടെ ശരീരം, ആത്മാവല്ല പറയണേ. ആത്മാവ്, ശരീരം എന്നൊക്കെ പറഞ്ഞത് ബൈബിളിൽ ആളത്വം എന്നാണ് അർത്ഥം. ശരീരത്തിൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതാണ്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഒരു ആത്മാവ് എന്ന അർത്ഥത്തിലല്ല. ശരീരമായി തീർന്ന ഈ ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവായി തീർന്ന ഇയാള്, ആളായി തീർന്ന ഈ ആത്മാവ് എന്നൊക്കെയാണ് അർത്ഥം. ആളായി തീർന്ന ഈ ആത്മാവിന്, ആൾക്ക് വേണ്ടി, ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അർത്ഥം. ശരീരത്തിൽ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഞാൻ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതാണ്. അല്ലാതെ ആത്മാവ് വേറെ ശരീരം വേറെ അങ്ങനെയല്ല ബൈബിളില്. ഗ്രീക്കിൽ അങ്ങനെയായിരുന്നു, ശരീരം വേറെ ആത്മാവ് വേറെ. ഹിന്ദു ഫിലോസഫിയിലും ആത്മാവ് വേറെ ശരീരം വേറെ. ക്രിസ്ത്യാനിക്ക് അങ്ങനെയല്ല. ക്രിസ്ത്യാനിക്ക് ആളായി മാറിയ ആത്മാവ്, ശരീരമായി മാറിയ ആത്മാവ്, അങ്ങനെയാണ് അർത്ഥം. ആത്മാവ് ആളായി മാറുകയാണ് മനുഷ്യനാകുമ്പോൾ. അതിനാൽ ശരീരത്തിന് വേറിട്ടൊരു ആത്മാവ് അർത്ഥത്തിലല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ ശരീരം തന്നെയാണ്, നമ്മുടെ ആളത്വം തന്നെയാണ് ദൈവത്തിനുള്ള തിരുമുൽ കാഴ്ചയായി രൂപാന്തരപ്പെടേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ധാർമ്മിക ജീവിതം കൊണ്ട് മാത്രം ദൈവത്തിന് മുമ്പിൽ നീതിവൽക്കരണത്തിന് സാധ്യമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആളാണ് പൗലോസ്. എന്നിട്ട് ഇപ്പൊ പറയാണ് ക്രിസ്തുശിഷ്യൻ തന്നെയാണ് സജീവവും വിശുദ്ധമായി ബലിയെന്ന്. ക്രിസ്തീയ ആരാധനയുടെ പുതിയ രൂപം സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് നമ്മൾക്ക് പറഞ്ഞു തന്നെയാണ്. നമുക്കൊന്നുകൂടി പറയാം. നമ്മുടെ ധാർമ്മിക ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നമുക്ക് നീതിവൽക്കരിക്കാൻ കഴിയില്ല. ഇത് പൗലോസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാണ് നിങ്ങളുടെ സജീവവും വിശുദ്ധമായ ബലി നിങ്ങളുടെ ശരീരം തന്നെയാണ്. അപ്പോ ക്രിസ്തീയ ആരാധന കൊണ്ട് പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്താണത്? തന്റെ പരിശുദ്ധിയുടെ ശക്തിയാൽ, ദൈവം തന്റെ പരിശുദ്ധിയുടെ ശക്തിയാൽ നമ്മുടെ എല്ലാ അപര്യാപ്തതയും കീഴടക്കുക. നമ്മുടെ അപര്യാപ്ത യേശുക്രിസ്തുവിന്റെ പരിശുദ്ധിയുടെ ശക്തിയാൽ നമ്മുടെ എല്ലാ അപര്യാപ്തയും കീഴടക്കുക. അങ്ങനെ കീഴടക്കിയതാണ് യേശുക്രിസ്തുവിന്റെ മാംസം ധരിച്ച സ്നേഹം. ആ സ്നേഹത്തിൽ നാം പങ്കുപറ്റുക. നമ്മൾ നമുക്ക് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് കൃത്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ധാർമ്മികത നമുക്ക് പോരാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടി വിശദമാക്കുകയാണ്. ആൾക്കാർ പറയും, നന്നായിട്ട് ജീവിച്ചാൽ പോരെ, നന്നായിട്ട് ജീവിച്ചാൽ മതി. പക്ഷെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും 10 പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കാൻ? യേശുക്രിസ്തു പറഞ്ഞ അർത്ഥത്തിൽ കേട്ടോ. ഉദാഹരണം, വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവികരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. 18 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യും. പെണ്ണിനെ തുറച്ചു നോക്കിയാൽ 18 സെക്കൻഡ്. കാരണം ആസക്തിയോടെ സ്ത്രീയെ നോക്കി, അത് വ്യഭിചാരമാണ്. അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല. കേരളത്തിലാണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം തുറച്ചു നോട്ടമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യഭിചാരം ചെയ്യരുത് എന്നതിന് യേശുപ്പെട്ട വ്യാഖ്യാനം എന്താണ്? ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ആസക്തിയോടെ സ്ത്രീയെ നോക്കാത്തവർ എത്ര പേരുണ്ടാകും? ഇല്ലേ? കൊല്ലരുത് എന്ന് പൂർവികർ കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കരുത്, റാക്കാന്ന് വിളിക്കരുത്, വിഡ്ഢിയെന്ന് വിളിക്കരുത്, ബോഷാന്ന് വിളിക്കരുത്. നമ്മൾ എത്രയോ പേര് വിളിക്കുന്നു. അപ്പൊ നമ്മൾ 5-ാം പ്രമാണം ലംഘിക്കുകയല്ലേ? അപ്പോൾ ക്രിസ്തു പറഞ്ഞ തരത്തിൽ 10 കൽപ്പനകൾക്ക് അനുസരിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ടാവും? ആരും തന്നെയില്ല. നല്ലവനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദൈവക്രമിൽ നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറി ഒഴികെ. അത് വേറെ വചനമാണ്. ഈ അവള് സിംഗുലർ ഗ്രേസ്, ഒരിക്കൽ ഇതപരിധി ഉണ്ടാകാത്ത ഒരിക്കൽ മാത്രം ദൈവം ചെയ്ത ഒരു സംഗതിയാണ് ഈ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം. അവളെ കുറിച്ചുള്ള വചനങ്ങൾ വേറെയാണ്. മറ്റെല്ലാ മനുഷ്യരും ബാധിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ലവനായി ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപികളാണ്. റോമലേഖനം 3:23-25 എല്ലാവരും പാപികളാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അനുസരണം എന്നോ നമ്മുടെ നന്മ എന്ന് പറഞ്ഞിട്ടോ ഞാൻ എല്ലാ പ്രമാണം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല.
അപ്പൊ നമ്മൾ അപര്യാപ്തരാണ്. പക്ഷേ ക്രിസ്തു പരമപരിശുദ്ധിയുള്ളവനാണ്. അവന്റെ പരിശുദ്ധിയുടെ ശക്തിയാൽ നമ്മുടെ എല്ലാ അപര്യാപ്തയും കീഴടക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാംസം ധരിച്ച സ്നേഹത്തില് നാം പങ്കുപറ്റുമ്പോൾ നമ്മുടെ അപര്യാപ്തകൾ കവിഞ്ഞു പോകുകയാണ് ക്രിസ്തുവിന്റെ പരിശുദ്ധി. അതായത് പൗലോസ് ഇങ്ങനെ നമ്മൾ സദാചാരവാദി ആകണം എന്ന് നമ്മളോട് പറയുന്നില്ല. സദാചാരവാദിയുടെ പൗലോസ് അധമതിക്കുന്നില്ല. അതായത് ധാർമ്മിക പ്രവൃത്തികളാണ്, നന്മ പ്രവൃത്തികളാണ് നമ്മെ നീതിമൽക്കരിക്കുന്നതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നില്ല. മറിച്ചാണ് പഠിപ്പിക്കണേ. അതേസമയം പ്രവൃത്തി കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് ഒരാൾ നീതിമൽക്കരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നുമില്ല. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ നീതീകരണം ഉണ്ടാകില്ല. അത് കട്ടായായിട്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെടുന്ന പറയുമ്പോൾ മനുഷ്യൻ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുമില്ല. നിഷ്ക്രിയായി ഇരുന്നാൽ മതി, ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി എന്ന് പൗലോസ് അർത്ഥമാക്കുന്നില്ല. മറിച്ച് നമുക്ക് പുറത്തുള്ള ഒരു ധർമ്മനീതി ഇല്ലേ, തനിക്ക് പുറത്തു നിന്നുള്ള ഒരു ധർമ്മനീതിയെ നിഷ്ക്രിയനായി കൈയും കെട്ടി നിന്ന് സ്വീകരിക്കുന്നവനാണ് മനുഷ്യൻ എന്നല്ല പൗലോസ് പറയണേ. മറിച്ച് നിങ്ങളുടെ ശരീരങ്ങളാണ് സജീവവും വിശുദ്ധവുമായ ബലി. അതായത് നമ്മുടെ എല്ലാ കുറവുകളോടും അധമത്വങ്ങളോടും കൂടെ ക്രിസ്തു നമ്മെ തന്നിലേക്ക് തന്നെ എടുക്കുന്നു. അതിലാണ് ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടമായതും. നമ്മുടെ എല്ലാ കുറവുകളോടും കൂടെ ക്രിസ്തു നമ്മെ തന്നിലേക്ക് തന്നെ എടുക്കുന്നു. അതിലാണ് ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മൾ മുഴുവൻ പാപികളും അല്ലേ, കുറവുകളുമുള്ളവരാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ക്രിസ്തു നമ്മെ തന്നെ തന്നിലേക്ക് എടുക്കുന്നു. അത് അവന്റെ സ്നേഹമാണ്. അങ്ങനെ സജീവവും വിശുദ്ധ ബലിയുമായ തന്റെ ശരീരത്തിലേക്ക് നമ്മെ സ്വീകരിച്ചപ്പോൾ നാം തന്നെ അവന്റെ ശരീരമായിട്ട് മാറുകയാണ്. നമ്മുടെ കുറവുകളോടും കുറ്റങ്ങളോടും അധാർമികതയോടും ഒക്കെ ചേർന്ന് അതെല്ലാം അപര്യാപ്തമാണ്, അതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ക്രിസ്തു നമ്മെ തന്റെ ശരീരത്തിലേക്ക് എടുക്കുന്നു. അപ്പൊ എന്നിട്ട് കർത്താവിന്റെ ശരീരമായിട്ട് ഒന്നാകുന്നു. അപ്പൊ നമ്മൾ ഈ കുറവുകളുള്ള പോരായ്മകളുള്ള നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുകയാണ്. നാം തന്നെ ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരമാണ് വചനം പോലെയാകുന്നത്. ക്രിസ്തു നമ്മെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആളത്വത്തെ അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ആളത്വത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ആളത്വം തന്നെ അവന്റെ വചനം പോലെയായി മാറുന്നു, അവന്റെ വചനമായി മാറുന്നു. നമ്മുടെ ഈ ഭൗതിക അസ്തിത്വമാണ് വചനം കൊണ്ട് തുളച്ചു കയറുന്നത്. അതിന് നാം അനുവദിച്ചാൽ നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ആളത്വം തന്നെ യേശുവിന്റെ ശരീരമായി മാറുകയാണ്. നസ്രത്തിൽ യേശു എന്ന വോള്യത്തില് ബെനഡിക്ട് മാർപ്പാപ്പ രണ്ടാമത്തെ വോള്യം 367 മുതൽ 70 വരെ ഇത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലെ ചില പ്രധാനപ്പെട്ട കാതലായ ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഗ്രീക്ക് ഭാഷയില് ദൈവശാസ്ത്രജ്ഞര് അവതരിപ്പിച്ച സഭാപിതാക്കന്മാര്, ഗ്രീക്ക് ഭാഷയില് ദൈവശാസ്ത്രജ്ഞന്മാര് സഭാപിതാക്കന്മാർ അവതരിപ്പിച്ച ഒരു ആശയത്തെ, അതായത് യേശുവിന്റെ ആത്മാർപ്പണത്തെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതിവിടെ ഈ പൗലോസ് ഉപയോഗിച്ച വാക്കിന് വളരെ ചേർന്ന് വരുന്നതാണ്. തൂസിയ ലോഗിക്ക എന്നാണ് സഭാപിതാക്കന്മാർ ഉപയോഗിച്ചത്. സഭാപിതാക്കന്മാർ പറഞ്ഞത് തൂസിയ ലോഗിക്ക എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു, വചനത്തിനനുസൃതമായ. തൂസിയ എന്ന് പറഞ്ഞാല് ബലിയെയാണ്. തൂസിയ എന്ന് വെച്ചാൽ ബലി. നമ്മൾ പറഞ്ഞു ഓർക്കണ്ടോ, ട്യൂവോ എന്ന വാക്ക്, അറുക്കപ്പെടുക, കൊല്ലപ്പെടുക, അതെന്റെ നൗൺ ട്യൂസിയ ലോകിക്കേ. വചനം കൊണ്ടുള്ള ബലി, വചനത്തിന്റെ ബലി, വചനാമൃതം കൊണ്ടുള്ള ബലി. പഴയ ബലി സമ്പ്രദായങ്ങൾ മാറ്റി, അവ മൃഗങ്ങൾ കൊണ്ടായിരുന്നല്ലോ. അതിന് പകരം വചനം കൊണ്ടുള്ള ബലിക്ക് തുടക്കമിട്ട് യേശു. തൂസിയ ലോകിക്കെന്ന് പറഞ്ഞാൽ വചനം കൊണ്ടുള്ള ബലി, വചനത്തിന്റെ ബലി, വചനാമൃതം കൊണ്ടുള്ള ബലി, വചനമായി തീരുന്ന ബലി. വചനമാണ് ബലിയുടെ മൃഗത്തിന്റെ സ്ഥാനത്ത്. ഇപ്പോ മൃഗങ്ങൾ കൊണ്ടല്ല ബലി അർപ്പിക്കുന്നത്, വചനം കൊണ്ടാണ്. ആ വചനം എന്ന് പറയുന്നത് ഇങ്ങനെ ഉച്ചരിക്കപ്പെട്ട വചനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ക്രിസ്തു എന്ന വചനമാണ്.
ആദിയിൽ ലോഗോസ് വചനമുണ്ടായിരുന്നു. ആ ലോഗോസ് ദൈവത്തോടു കൂടിയായിരുന്നു. ആ ലോഗോസ് ദൈവമായിരുന്നു. ആ ലോഗോസ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:14. അപ്പോൾ ആ ലോഗോസ് അതാണ് ഇപ്പൊ തൂസിയ ലോകിക് എന്ന് പറഞ്ഞാൽ വചനം കൊണ്ടുള്ള ബലി, വചനത്തിന്റെ ബലി. മൃഗബലികൾക്ക് പകരം ഇപ്പോൾ വചനത്തിന്റെ ബലിയാണ്. വചനത്തിന്റെ ബലി, അതായത് ലോകിക്കേ ലാത്രയ്യ എന്ന് പറയുമ്പോൾ ലോകിക്കേ ലാത്രയ്യ വചനാനുസൃതമായ പരമാരാധന എന്ന് പറയുന്നത് വചനത്തിന്റെ ബലിയാണ്. വചനാനുസൃതമായ പരമമായ ആരാധന എന്ന് പറയുന്നത് വചനത്തിന്റെ ബലിയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? തൂസിയ ലോകിക്ക എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ബലി. ലോകിക്ക ലാത്രയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സജീവമായ ബലി, ബുദ്ധിയുള്ള ആരാധന എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? സജീവമായ ബലിയല്ല, ബുദ്ധിയുള്ള ആരാധന, അല്ലെങ്കിൽ വചനത്തിനനുസൃതമായ ആരാധന. വചനത്തിനനുസൃതമായ ആരാധന അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധന വചനത്തിന്റെ ബലിയാണ്. ബുദ്ധിയുള്ള ആരാധന, അതായത് വചനത്തിനനുസൃതമായ ആരാധന വചനത്തിന്റെ ബലിയാണ്. ആരാധന എന്നുവെച്ചാൽ ബലിയാണ്. ബലി അല്ലാതെ മറ്റൊന്നും ആരാധനയാകില്ല. ബലിയല്ലാതെ മറ്റൊന്നും ആരാധനയാകില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ എഗെയിൻ കത്തോലിക്കര് മാതാവിനെ തൊട്ട് വണക്കുന്നു, കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. എല്ലാ നമസ്കാരവും, നമസ്കരിക്കല്, കുമ്പിടല്, നമിക്കല് ആരാധനയാണെന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ടാണ് കത്തോലിക്കർ വിഗ്രഹാരാധകരാണെന്നൊക്കെ പറയണേ. നമസ്കരിക്കലെല്ലാം ആരാധനയല്ല. ദൈവത്തിന് ചേർന്ന ആരാധന ഒരേ ഒരു സംഗതിയാണ്, ബലിയാണ്. അത് പഴയ നിയമത്തിൽ മൃഗബലികളായിരുന്നു, പുതിയ നിയമത്തിൽ വചനത്തിന്റെ ബലിയാണ്. വചനത്തിന്റെ ബലി മാത്രമാണ് വചനത്തിനനുസൃതമായ പരമമായ ആരാധന, ബുദ്ധിയുള്ള ആരാധന. വചനത്തിന്റെ ബലിയാണ് ബുദ്ധിയുള്ള ആരാധന. ഞാൻ ആവർത്തിക്കുകയാണ്, വചനത്തിന്റെ ബലിയാണ് ബുദ്ധിയുള്ള ആരാധന. ഇതാണ് പൗലോസ് പറയുന്നത്. ഇത് റോമാലേഖനത്തിലുള്ളതാണ്. ഇതിനെയാണ് ലിറ്റർജി എന്ന് നമ്മൾ പറയുന്നത്. ഈ ലിറ്റർജിയുടെ ശുശ്രൂഷകനാണ് ഞാനെന്ന് പൗലോസ് റോമാലേഖനം 15:16 പറയാം. ഈ 15:16 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ റോമാലേഖനത്തിൽ തന്നെ 12:1 ചർച്ച ചെയ്യണേ. ഞാൻ ലൈത്തുർഗോസ് ആണ്, ലിറ്റർജിയുടെ ദിവ്യ ശുശ്രൂഷകനാണ്. ഏത് ലിറ്റർജിയുടെ? വചനത്തിന്റെ ബലിയുടെ ശുശ്രൂഷകനാണ് ഞാൻ. കാരണം ബുദ്ധിയുള്ള ആരാധന വചനത്തിന്റെ ബലിയാണ്. മൃഗബലികളല്ല, വചനത്തിന്റെ ബലിയാണ് ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന വചനത്തിന്റെ ബലിയാണ്. വചനത്തിനുള്ള ദിവ്യ ശുശ്രൂഷ, ലോകിക്കേ ലാത്രയ്യ, വചനത്തിന്റെ സ്തുതിപ്പ്, വചനത്തിന്റെ പരമാരാധന എന്നൊക്കെയാണ് നമ്മൾ ലോകിക്കേ ലാത്രയ്ക്ക് അർത്ഥം പറഞ്ഞത്. ആത്മീയാരാധന എന്ന് തർജ്ജമ ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. വചനം കൊണ്ട് രൂപപ്പെടുത്തി യുക്തിയിൽ അടിസ്ഥാനമിട്ട ആരാധന എന്നാണ് അതിന്റെ സൂചന. വചനം കൊണ്ട് രൂപപ്പെടുത്തി യുക്തിയിൽ അടിസ്ഥാനമിട്ട ആരാധന. വചനം കൊണ്ട് അഥവാ മനസ്സുകൊണ്ട് ആവൃതമായ ആരാധന എന്നതിനർത്ഥമുണ്ട്. മനുഷ്യവംശത്തിന് ചേരുന്ന ബലി സമ്പ്രദായം മൃഗങ്ങളുടേതല്ല, മറിച്ച് യുക്തിയിൽ അടിസ്ഥാനമിട്ട് വചനം കൊണ്ട് രൂപമുണ്ടാക്കുന്നതാണ്. കാരണം ഇവ രണ്ടുമാണ്, ബുദ്ധിയും വചനവും അല്ലെങ്കിൽ സംസാര ശക്തി. അതാണ് മനുഷ്യന്റെ സവിശേഷതകളിൽ മുഖ്യം. അത് അർപ്പിക്കുന്നതാകട്ടെ വചനം മാംസമായ നസ്രത്തിലെ യേശുവിലാണ്. വചനം മാംസം നസ്രത്തിലെ യേശുവിലാണ് നമ്മൾ ഈ ബുദ്ധിയുള്ള ആരാധന വചനത്തിന്റെ ബലിയായി അർപ്പിക്കുന്നത്. വചനത്തിന്റെ ബലിയായി ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കുന്നത് വചനം മാംസമായ ആളായ നസ്രത്തിലെ യേശുവിലാണ്. ബലിയർപ്പണങ്ങൾ നിശേഷം ഇല്ലാതാക്കിയ ആ വചനം ഒരു സാധാരണ വാക്കല്ലെന്ന് നമുക്കറിയാം. യേശു എന്ന വചനം വേറൊരു വാക്കല്ലല്ലോ, അതൊരാളല്ലേ. ദൈവം മനുഷ്യനായ ആളല്ലേ. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ആള്, ഒരേ ഒരാളെ എങ്ങനെയുള്ളൂ, ആ ആളാണ് യേശു. അതൊരു വെറും മാനുഷിക വചനമല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അതിനാ വചനം മാനുഷിക വചനം മാത്രമല്ല, പിന്നെയോ വചനമായി അവതരിച്ച വചനമാണ്. വചനമായി അവതരിച്ച ദൈവമാണ്. ആദിയിലെ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. യോഹന്നാൻ 1:1-2. ആ വചനമാണ് ഇവിടെ പറയുന്ന വചനം. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മതധാരണകളും മതധാരകളും എല്ലാം
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിലേക്ക് ഒഴുകി അവിടെ ദൈവമായുള്ള ഹൃദയ സംവാദത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ അവന്റെ തിരുമനസിന്റെ ഉള്ളിലേക്ക് അനന്ത സ്നേഹത്തിന്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഈ വചനമെന്ന യേശു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് അവനെ തന്നെ നമുക്ക് നൽകുകയാണ് വിശുദ്ധ കുർബാനയില്. അതിലൂടെ അവൻ നമ്മെ തന്നെ തന്നിലേക്ക് എടുത്തു വെച്ച് തന്റെ ഉത്തര ശരീരത്തിൽ ഒന്നാക്കി, പുതു ശരീരത്തിൽ ഒന്നാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തുള്ള സകല മതധാരകളും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിലേക്ക് ഒഴുക്കുകയാണ് യേശു. അവിടെ ദൈവമായുള്ള ഹൃദയ സംവാദത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ തിരുമനസിന്റെ ഉള്ളിലേക്ക് അനന്ത സ്നേഹത്തിന്റെ സാമീപ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. ഇക്കാരണത്താൽ ഇത് വാക്കുകൾക്ക് അതീതമായ വചനമാണ്, വാക്കുകൾക്ക് അതീതമായ വാക്കാണ്, സാക്ഷാൽ വചനാമൃതമാണ്. നിത്യമായ നിലനിൽക്കുന്ന വചനം പറയുന്നു, ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടെ നിന്ന് എനിക്ക് ശരീരം സജ്ജമാക്കി. ഹെബ്രായ ലേഖനം 10:5, സങ്കീർത്തനം 46. ആ വചനം തന്നെ മാംസമായി നമ്മുടെ മധ്യ വസിച്ചു. മാത്രമല്ല അവന്റെ ശരീരം കാഴ്ചയായി അർപ്പിച്ചു, അവന്റെ രക്തം ധാരയായി ഒഴുക്കി. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തോടെ യേശു തന്റെ ക്രൂരമായ മരണത്തെ വചനമാക്കി മാറ്റുകയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തോടെ യേശു തന്റെ ക്രൂരമായ മരണത്തെ വചനമാക്കി മാറ്റുകയായിരുന്നു. അവന്റെ അപാര സ്നേഹത്തിന്റെ വിപ്ലവാത്മകമായ വചനമായിരുന്നു അത്. മരണം വരെയുള്ള ആത്മസമർപ്പണത്തിന്റെ നിത്യമായ വചനം തന്നെയാണിത്. അങ്ങനെ യേശു തന്നെ ദേവാലയമായി തീരുകയായിരുന്നു. നസ്രത്തിൽ യേശു 2ാമത്തെ വോളിയം ബെനഡിക്ട് മാർപ്പാപ്പയുടെ 157 മുതൽ 158 വരെ വചനങ്ങൾ വായിക്കാം. യേശുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നവരും അവനെ കൂദാശകളിലൂടെ കൈക്കൊള്ളുന്നവരും അവന്റെ ദേവാലയമായും അവന്റെ വചനമായും രൂപാന്തരപ്പെടുന്നു, അവനായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ യേശുവിന്റെ ബലി അവരുടെ ആരാധനയായി മാറുന്നു, നമ്മുടെ ആരാധനയായി മാറുന്നു. യേശുവിന്റെ ബലി നമ്മുടെ ആരാധനയായിട്ട് മാറുന്നു. വിശ്വാസ ജീവിതത്തിന്റെ ബഹിസ്ഫുരണമാണ് ശരിക്കുള്ള യഥാർത്ഥ ആരാധന. അതായത് വിശ്വാസം പ്രകാശിപ്പിക്കുന്നതാണ് ആരാധന. വിശ്വാസം പ്രകാശിപ്പിക്കുന്നതാണ് ആരാധന. യേശുക്രിസ്തുവിലുള്ള ജീവജലത്തിന്റെ വെളിപാട് സ്വീകരിച്ചവരും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരുമായവരുടെ ആരാധനയാണത്. ആരാധനയുടെ സ്ഥലത്തേക്കാൾ ആരാധകനെയാണ് ദൈവം കണക്കിലെടുക്കുന്നത്. മാത്രമല്ല ജീവജലം വിശുദ്ധ കുർബാനയിലെ തിരുടത്വമായി ബന്ധപ്പെട്ടതാണ്. യേശുവിന്റെ ജീവനാണത്. ദൈവം തന്റെ ജീവൻ തന്നെയാണ് നമുക്ക് ഭക്ഷണവും പാനീയമായി തരുന്നത്. വിശുദ്ധ പൗലോസിന്റെ വാക്കിൽ നമുക്കത് ഇങ്ങനെ അവതരിപ്പിക്കാം: നിങ്ങൾ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയിൽ അർപ്പിക്കുവിൻ. ദൈവത്തിന് സ്വീകാര്യമായ പരമമായ ആരാധന വിശ്വാസികളുടെ ശരീരമാണ്, വചനമായി തീർന്ന ശരീരം. നമ്മുടെ ശരീരം ദൈവവചനമായി തീരുന്നതാണ് യഥാർത്ഥവും പരവുമായ ആരാധന. നമ്മുടെ ശരീരവും രക്തവും ദൈവവചനമായി തീരുന്നതാണ് പരമമായ ആരാധന. അങ്ങനെ നമ്മുടെ ശരീരം രക്തവും ദൈവവചനമായി മാറുന്നതാണ് വചനത്തിന്റെ ബലി. അപ്പൊ ക്രിസ്തുവിന്റെ ബലി നമ്മുടെ ബലിയായിട്ട് മാറുകയാണ്. ക്രിസ്തുവിന്റെ ബലി നമ്മുടെ ബലിയായിട്ട് മാറുക. ചെറിയ സംഗതികളല്ല പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവവചനത്താൽ തുളച്ചു കയറുന്നതും നമ്മുടെ ജീവിതം തന്നെ ദൈവവചനമായി രൂപാന്തരപ്പെടുന്നതുമാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന പരമമായ ആരാധന. അങ്ങനെ ജീവിതം തന്നെ ദൈവവചനമായി മാറിയവരെയാണ് സഭ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അത് കൗദാശികമായി വിശുദ്ധ കുർബാന സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന അപ്പവും നമ്മുടെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്ന വീഞ്ഞും കർത്താവ് തന്റെ കൈകളിലെടുത്ത് തന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുത്തുകയും ദിവ്യകാരണ സ്വീകരണത്തിലൂടെ നമ്മുടെ ശരീരരക്തങ്ങളുമായി അവൻ അവൻ വന്ന് നമ്മുടെ ശരീരരക്തങ്ങളായി ഒന്നായി തീരുകയും ചെയ്യുന്നു. മനുഷ്യരും ദൈവവും ഒന്നായി മാറുന്നു, ഒന്നായി തീരുന്നു. ഇത്ര വലിയ ഐക്യതയാണ് സംഭവിക്കുന്നത് എന്നതിനാൽ ആത്മശോധന കൂടാതെ ദിവ്യകാരണം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ സൗഖ്യമല്ല, രോഗമാണ് ഉണ്ടാവുക. 1 കൊരിന്തോസ് 11:27-30. കുർബാനയുടെ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു എന്നും യോഹന്നാൻ പറയുന്നുണ്ട്. അയോഗ്യതരെ സ്വീകരിച്ചതുകൊണ്ട് യോഹന്നാൻ 13:27. യൂദാസ് അയോഗ്യതയുടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ ജീവദായകനായ ആത്മാവല്ല, മരണദൂതനായ സാത്താനാണ് യൂദാസിൽ പ്രവേശിച്ചത്. എന്ന് വെച്ചാൽ ഈ
ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. അതിന് തത്വശാസ്ത്രപരമായിട്ട് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ അങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കും. നമുക്ക് ബൈബിളിൽ അതൊന്നും ആവശ്യമില്ല. അതൊക്കെ താത്വികമായ എക്സ്പ്ലനേഷൻസ് ആണ്, മോശമൊന്നുമല്ല. പക്ഷെ അത് തത്വജ്ഞാനത്തിന്റെ ഭാഷയാണ്. നമുക്ക് ബൈബിളിലെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര ആഴമാണ്. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി, ഉത്ഥാനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ശക്തിയാണ് ഈ വിശുദ്ധ കുർബാനയിൽ പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി, അവന്റെ ഉത്ഥാനത്തിന്റെ ശക്തി, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതിലൂടെ ഈ അവന്റെ വചനം ജീവദായക വചനമാണ്. അപ്പോൾ വചനം മാംസമായവൻ, ഈ ഭൂമിയിൽ വസിച്ചവൻ, ജീവദായകമായ വചനം ഉപയോഗിച്ച് തന്റെ ഉത്ഥാന ശരീരമായി, ഉത്ഥാന ജീവനായി പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. വചനത്തിന്റെയും ആത്മാവിന്റെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഉത്തിത ശരീരമായി രൂപാന്തരപ്പെടുത്തുകയാണ് വിശുദ്ധ കുർബാനയിൽ. നമ്മൾ ആ കുർബാനയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കർത്താവിന് ഉത്തിത ശരീരമായിട്ട് നമ്മൾ ഒന്നാവുകയാണ്, ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നാകുകയാണ്. അങ്ങനെ അത്ര വലിയ ഒരു ഐക്യതയാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട്, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ കർത്താവുമായി നമ്മൾ ഒന്നാകുന്നു എന്നതുകൊണ്ട് അത് സ്വീകരിക്കുന്ന അങ്ങേയറ്റം ആത്മശോധന ചെയ്തിട്ട് വേണം, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചിട്ട് വേണം, ലഘുപാപങ്ങളാണെങ്കിൽ പശ്ചാത്തപിച്ചിട്ട് വേണം. അതായത് ഇത് വെറും ഒരു അപ്പം മുറിക്കലല്ല, കർത്താവിന്റെ തന്നെ ശരീരവും രക്തവുമാണ് എന്ന സത്യം തിരിച്ചറിയണം. വെറും അപ്പം മുറിക്കലാണെങ്കിൽ ഈ ആത്മശോധന ചെയ്യേണ്ട കാര്യമില്ല. വെറും അപ്പമാണ് യൂദാസ് സ്വീകരിച്ചതെങ്കിൽ, കുർബാന അപ്പമല്ല വെറും അപ്പമാണ് സ്വീകരിച്ചതെങ്കിൽ അതിലൊരു സാത്താൻ കയറേണ്ട കാര്യമുണ്ടോ? സാത്താൻ കയറുമോ? അപ്പൊ ഈ വചനങ്ങൾക്കെല്ലാം അർത്ഥമുള്ളത് നമ്മൾ കത്തോലിക്കർ പറയുന്ന ആ കൂദാശയുടെ അർത്ഥത്തിൽ തന്നെയാണ്. ചുരുക്കത്തിൽ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് വചനത്തിന്റെ ബലിയാണ്. വചനത്തിന്റെ ബലി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദൈവം തന്നെയായ വചനം, ക്രിസ്തു, അവന്റെ ശരീരം, മരണം വരെയുള്ള അനുസരണം എന്നുള്ള ആ അനുസരണം എന്ന് പറഞ്ഞ ആ കുരിശ് മരണം, ആ മരണത്തിലൂടെ, മരണം വരെയുള്ള അനുസരണത്തിലൂടെ കുരിശ് മരണത്തിലൂടെ ബലി കൊടുത്തു. വചനത്തിന്റെ ബലി മൃഗത്തിന്റെ ബലിയല്ല, വചനത്തിന്റെ ബലിയാണ്. ആ വചനത്തിന്റെ ബലിയിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ശരീരം അവന്റെ വചനം കൊണ്ട് തുളച്ചു കയറും, അവന്റെ ബലി കൊണ്ട് തുളച്ചു കയറും. നമ്മൾ തന്നെ അവന്റെ വചനമായി മാറും. അതാണ് രണ്ടാമത്തെ അർത്ഥം. ക്രിസ്തുവിന്റെ ബലി വചനത്തിന്റെ ബലിയാണ്. മനുഷ്യർക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആരാധന. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ബലിയായി, സജീവ ബലിയായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരും ശരീരത്തെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ബലിയായി അർപ്പിക്കണം. അപ്പോൾ വചനത്തിന് അനുസൃതമായ പരമമായ ആരാധനയായി നമ്മുടെ ശരീരം തന്നെ മാറുന്നതാണ് വചനത്തിന്റെ ബലി. അതാണ് രണ്ടാമത്തെ അർത്ഥം. എത്രയോ ആഴമേറിയ അർത്ഥമാണ് ഈ പറയുന്നത് പൗലോസ്. ഇത് ഞാൻ പറഞ്ഞത് മുമ്പൊരിക്കൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറയുന്നതിന് കാരണം ഇനിയും ഒരു 3-4 പ്രാവശ്യം പറഞ്ഞാലാണ് ഇതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് എത്തൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒരു 3-4 പ്രാവശ്യം വായിക്കണം, കേൾക്കണം, കേട്ട് നോട്ട് എടുക്കണം, സംശയമുള്ള ചോദിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ 1-2 വാക്കുകൾ ഇടയ്ക്ക് തെറ്റി പറഞ്ഞിട്ടുണ്ട്, അതപ്പം തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. അത് ആ തിരുത്തി ഉള്ളത് കേൾക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അപ്പം തന്നെ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു 10-15 പ്രാവശ്യം നിങ്ങൾ കേട്ടാലാണ് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി ധ്യാനിക്കാം. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ലെയ്ത്തുർഗോസ്, ഞാൻ ലിറ്റർജി അർപ്പിക്കുന്ന ശുശ്രൂഷകനാണ്, ദിവ്യ ശുശ്രൂഷകനാണെന്ന് റോമാലേഖനം 15:16 പൗലോസ് പറയുന്നു. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അതായത് അപ്പസ്തോലന്മാര് ലിറ്റർജി അർപ്പിക്കുന്ന ശുശ്രൂഷകരാണ്. ആ ലിറ്റർജി എന്ന് പറയുന്നത് എന്താണ്? അതാണ് പൗലോസ് റോമാലേഖനം 12:1 പറഞ്ഞത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള സജീവ ബലിയെ അർപ്പിക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ. അതാണ് ശരിക്കും ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ വചനത്തിനനുസൃതമായ ആരാധന. വചനത്തിനനുസൃതമായ ആരാധന, അതാണ് ബുദ്ധിയുള്ള ആരാധന. അതാണ് യുക്തിക്ക് നിരക്കുന്ന ആരാധന. അത് വചനത്തിന്റെ ബലി തന്നെയാണ്. വചനത്തിന്റെ ബലി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന്, വചനമായ ദൈവത്തിന്റെ ബലി, അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ക്രിസ്തുവിന്റെ ആത്മബലി, അവന്റെ കുരിശുമരണം. ആ കുരിശുമരണത്തിലേക്ക് നമ്മളെ തന്നെ ശരീരത്തെ എടുത്തു വെക്കുമ്പോൾ, ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ബലിയായി എടുത്തു വെക്കുമ്പോൾ
നമ്മുടെ എല്ലാ അപര്യാപ്തതകളും കൂടി അവൻ അവന്റെ ശരീരത്തിലേക്ക് ഒന്നാക്കുകയും അത് ദൈവത്തിന് കൊടുക്കുകയും എന്നിട്ട് ആ ക്രിസ്തു തന്നെ നമ്മിലേക്ക് വരികയും ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നു. അത് കവതാശികമായി നടക്കുന്ന കുർബാനയിലാണ്. അതുകൊണ്ട് അതിനെ വളരെ ഗൗരവത്തോടെ സമീപിക്കണം. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളിൽ ലിറ്റേർജി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന മാത്രമാണ്. ലിറ്റേർജി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ അതിന്റെ ആ വിവിധ ചക്രവാളങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലിറ്റർജി എന്ന വാക്കിന്റെ കുറച്ചുകൂടി അടുത്ത് നമ്മൾ എത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ലിറ്റർജിയുടെ ശുശ്രൂഷകൻ. ഇപ്പൊ നമ്മൾ കണ്ടു എന്താണ് വചനത്തിന്റെ ബലി അഥവാ ലിറ്റർജി എന്ന് പറയുന്നത്. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ ലിറ്റർജിയുടെ രൂപം എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന കാര്യത്തിലേക്ക് കുറച്ചുകൂടി അടുത്ത് നമുക്ക് ചെല്ലാം. ഇതേ ഞാൻ ആവർത്തിക്കുന്നു, പല പ്രാവശ്യം കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കുർബാന സംബന്ധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സംബന്ധിക്കുമ്പോൾ കുറച്ചുകൂടി അനുഭവത്തോടുകൂടി കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിന്റെ ഒന്നാകാനും കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.